നമസ്കാരം. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ആഘോഷവേളയിൽ ഇടതുമുന്നണി 3ാം തുടർച്ചയ്ക്കുള്ള വേദി ഒരുക്കുകയാണ്. സമാധാനം, സാഹോദര്യം, സുരക്ഷിതത്വം, ക്ഷേമ ആശ്വാസ നടപടികൾ എന്നിവയെല്ലാം സർക്കാരിന്റെ മുഖമുദ്രയായി മാറിയെന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദത്തെ അവജ്ഞയോടെ തള്ളിക്കളയുകയാണ് പ്രതിപക്ഷം. സർക്കാർ നേട്ടമായി അവതരിപ്പിക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങളെയും പദ്ധതികളെയും അവയുടെ തന്നെ പോരായ്മകളെ എടുത്തുകാട്ടിയാണ് പ്രതിപക്ഷം എതിരിടുന്നത്. വിവാദങ്ങൾ അകമ്പടി സേവിച്ച തുടർഭരണത്തിന്റെ നടുവിൽ നിൽക്കുന്ന LDF സർക്കാരിനും ക്യാപ്റ്റൻ പിണറായി വിജയനും 3ാം ഊഴം സ്വപ്നം കാണാൻ ആത്മവിശ്വാസമുണ്ടോ? വിജയത്തിലേക്ക് വഴി കണ്ടുപിടിക്കാൻ പ്രതിപക്ഷത്തിനാകും. എൻകൗണ്ടർ പ്രൈം പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. പിണറായി വിജയനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്താണ് നടക്കുന്നത്. ഒരാളിതിൻ്റെ മേലെ ചാടി വരികയാണ്. ഈ ചാടി വരുന്നയാളെ ചില ചെറുപ്പക്കാർ കൂടി അങ്ങോട്ട് പിടിച്ചു മാറ്റുന്നുണ്ട്, അങ്ങോട്ട് തള്ളി മാറ്റുന്നുണ്ട്. അത് രക്ഷിക്കാനല്ലേ, ജീവൻ രക്ഷിക്കാനല്ലേ. ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്ന മുഴുവൻ അക്രമങ്ങളുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയനുള്ളതാണ്. This is not just a new port. കേരള സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെയും ദീർഘവീക്ഷണത്തിൻ്റെയും പ്രതീകമായി യാഥാർത്ഥ്യമാവുകയാണ്. ഈ സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യവും വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് ചെയ്തിട്ടില്ല. വികസനത്തിൻ്റെയും സാമൂഹ്യ പുരോഗതിയുടെയും തുടരെയുള്ള 9 വർഷങ്ങളാണ് നാം പിന്നിട്ടിരിക്കുന്നത്. സർക്കാരില്ലായ്മയാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്ര. സർക്കാരുണ്ടെന്നുള്ളൊരു ഫീലിംഗ് ജനങ്ങൾക്കില്ല. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എൻകൗണ്ടർ പ്രൈമിൽ നമ്മുടെ അതിഥികൾ CPIM-നെ പ്രതിനിധീകരിച്ചു ശ്രീ VPP മുസ്തഫ, കോൺഗ്രസിലെ അഡ്വക്കേറ്റ് M ലിജു, BJP-യുടെ ശ്രീ PR ശിവശങ്കർ എന്നിവർ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പമുണ്ട്. ശ്രീ VPP മുസ്തഫ, വികസനത്തിൻ്റെയും സാമൂഹിക പുരോഗതിയുടെയും 9 വർഷമാണ് 1ാം പിണറായി സർക്കാരും ഇപ്പോൾ 2ാം പിണറായി സർക്കാരിൻ്റെ 4 വർഷങ്ങളും കഴിയുമ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിലുള്ളത് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അദ്ദേഹം അതിന് ആധാരമാക്കുന്നത് നീതി ആയോഗിൻ്റെ സൂചികകളിൽ കേരളം 1ാം സ്ഥാനത്തെത്തിയെന്നാണ്. പക്ഷേ പ്രതിപക്ഷം പല കാര്യങ്ങളിലും ഈ സർക്കാരിൻ്റെ അവകാശവാദങ്ങളെ ചലഞ്ച് ചെയ്യുന്നുണ്ട്, വെല്ലുവിളിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ വികസന നേട്ടങ്ങളുടെ നാഴികക്കല്ലായി എടുത്തു കാണിക്കുന്ന വിഴിഞ്ഞം തുറമുഖ പദ്ധതി, അതിന് വിത്ത് പാകിയത് ഞങ്ങളാണ് എന്ന് UDF പറയുന്നു. UDF സർക്കാർ കൊണ്ടുവന്നതും ആഗ്രഹിച്ചതും ആശയതലത്തിൽ രൂപപ്പെടുത്തിയതുമല്ലാത്ത ഒരു പരിപാടിയും സംസ്ഥാനത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ സർക്കാരിനുള്ള അവകാശവാദങ്ങൾക്കുള്ള പ്രതിപക്ഷത്തിൻ്റെ ചെക്ക്. എങ്ങനെയാണ് താങ്കൾ ഈ 9 വർഷത്തെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ കേരളത്തിൻ്റെ പൊതുസമക്ഷത്തിന് മുന്നിൽ വയ്ക്കുക? എങ്ങനെയാണ് പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപങ്ങൾക്ക് മറുപടി പറയുക? ജനാധിപത്യ സംവിധാനത്തിനകത്ത് സ്വാഭാവികമായിട്ടും ഭരണപക്ഷത്തെ പോലെ തന്നെ പ്രതിപക്ഷത്തിനും ഇടമുണ്ട്. അതുകൊണ്ട് പ്രതിപക്ഷം അതിൻ്റെ നമ്മുടെ നാട്ടിലെ ഒരു കീഴ്വഴക്കം, ധർമ്മം എന്ന് പറയുന്നത് ആളുകളുടെ ഒരു പൊതുബോധത്തിലുള്ളത് ഭരണപക്ഷത്തെ എന്തൊക്കെയാണോ പറയുന്നത് അത് മുഴുവൻ നിഷേധിക്കുകയും എതിർക്കുകയും ചെയ്യുക. ഇത് നാട്ടിലെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു പൊതു രീതിയാണ്. അതുകൊണ്ട് പറയുന്നതിനപ്പുറത്ത് പ്രതിപക്ഷത്തിൻ്റെ ഏതെങ്കിലും കാര്യങ്ങളിൽ വസ്തുതയുണ്ടോ? ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ ഒന്നും ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടക്കില്ല എന്ന് വരുത്തി തീർക്കാനാണല്ലോ യഥാർത്ഥത്തിൽ കോൺഗ്രസും BJP-യും ഉൾപ്പെടെ നമ്മുടെ നാട്ടിൽ ശ്രമിച്ചത്. എന്നാൽ ജനങ്ങളുടെ അനുഭവം എന്താ? അവർ തടസ്സപ്പെടുത്താനും നടത്താതിരിക്കാനും വേണ്ടി ശ്രമിച്ചപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയോടുകൂടി അതെല്ലാം നടപ്പിലാക്കി ജനങ്ങൾക്ക് അത് അനുഭവവേദ്യമാകുന്നു.
ഇത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്, അവകാശവാദമല്ല, യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിൻ്റെ മുന്നിലാണ് കേരളത്തിലെ ഇടതുപക്ഷവും അവരോടൊപ്പം ചേർന്നുകൊണ്ട് കേരളത്തിലെ ബഹുജനങ്ങളും നിൽക്കുന്നത്. പ്രതിപക്ഷത്തിൻ്റെ കൂടെയല്ല. ഏതെല്ലാം കാര്യങ്ങളിൽ ഇപ്പോൾ ദൗർഭാഗ്യവശാൽ ഗവൺമെൻറ്റിൻ്റെ അവകാശവാദം, അതിനോടുള്ള പ്രതിപക്ഷത്തിൻ്റെ ചില വർത്തമാനങ്ങളല്ലാതെ ഈ പ്രതിപക്ഷം തന്നെ ഗവൺമെൻറ് പറയുന്ന പല കാര്യങ്ങളിലും രാഷ്ട്രീയമായും നിയമപരമായും നടത്തിയ പോരാട്ടങ്ങൾ എവിടെ നിൽക്കുന്നുള്ളൂ? അല്ല, അതിനകത്ത് VP ഇപ്പൊ പ്രതിപക്ഷം പറയുന്നത് ഇപ്പോ ഈ വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതരുടെ പുനരധിവാസം സംബന്ധിച്ച കാര്യങ്ങളിൽ എവിടെയാണ് സർക്കാർ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിലുള്ള വന്യമൃഗ ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നവരുടെ സാഹചര്യങ്ങൾ സംബന്ധിച്ച് ഇപ്പോഴും സർക്കാരിനെതിരെ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. അതിൽ എന്ത് നടപടി എന്ന് ചോദിക്കുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ സമരം തുടങ്ങിയിട്ട് 100ാം നാൾ പിന്നിടുകയാണ്. CPIയുടെ സമരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്ന് ചോദിക്കുന്നു. ആരോഗ്യ മേഖലയിൽ എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള വീഴ്ചകളെ കുറിച്ച് പറയുന്നു. ക്രമസമാധാന പാലനത്തിലെ വീഴ്ചകൾ സംബന്ധിച്ചും സാധാരണക്കാരുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം ഈ സർക്കാരിന് മുന്നിൽ ചോദ്യങ്ങളായി മുന്നിൽ വെക്കുകയാണ്. ഇതും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിലുള്ള കാര്യങ്ങളല്ലേ? അല്ല, കൃത്യമായിട്ടുള്ള ധാരണയും ബോധ്യങ്ങളും എല്ലാം ഈ വിഷയങ്ങളിൽ കേരളീയ സമൂഹത്തിനുണ്ട്. അത് കൃത്യമായിട്ട് ഇന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ സാധാരണ അദ്ദേഹം നടത്താറുള്ളത് പോലെ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മുണ്ടക്കൈ വയനാട് ദുരന്തത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ സുതാര്യമായിട്ട് നമ്മുടെ മുന്നിലുള്ളതാണ്. ഒരുപാട് കാലം മുമ്പ് സംഭവിച്ചൊരു ദുരന്തമല്ല, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്നൊരു ദുരന്തമാണ്. അതിനകത്ത് ഇത്രയും സമയബന്ധിതമായി ഇടപെടാൻ ഈ ഗവൺമെൻറ് ആയതുകൊണ്ടാണ് സാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവിടെ പുനരധിവാസം തുടങ്ങിയിരിക്കുന്നു. ഹൈക്കോടതിയിൽ സ്ഥലമുടമകൾ, അവിടുത്തെ എസ്റ്റേറ്റ് ഉടമകൾ പോയി തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഗവൺമെൻറ് നല്ല നിലയിൽ ആ കേസ് നടത്തി. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ സമീപനമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേവലം ദിവസങ്ങൾ കൊണ്ട്, ആഴ്ചകൾ കൊണ്ട് ആദ്യത്തെ മാതൃകാ ഭവനം പൂർത്തിയാകുന്നു. അതനുസരിച്ച് ഇനി 534 വീടുകൾ ഒരു വർഷത്തിൽ, അവരിപ്പോൾ അവകാശപ്പെട്ടതനുസരിച്ചിട്ടാണെങ്കിൽ, ഊരാളുങ്കലിൻ്റെ ഷെഡ്യൂൾ അനുസരിച്ചാണെങ്കിൽ ഒരു 8 മാസത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും. ആ നിലയിൽ പുനരധിവാസത്തിനുള്ള നടപടികൾ, അവർക്കുള്ള താൽക്കാലിക പുനരധിവാസം, ഇതെല്ലാം സുതാര്യമായിട്ട് നടന്നു. അതിൻ്റെ നല്ല ഗുണഫലമല്ലേ SLC റിസൾട്ടിൽ ഉണ്ടായത്. തകർന്ന് പൊളിഞ്ഞു പോയ സ്കൂൾ അത് അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിലായിരുന്നു, കഴിഞ്ഞ ജൂൺ മാസത്തിൽ. എന്നാൽ ഈ അധ്യയന വർഷത്തിൽ തന്നെ ആ സ്കൂളിലെ കുട്ടികൾ 100% വിജയം നേടിയില്ലേ? എങ്ങനെയാ ആ വിജയത്തിലേക്ക് ആ കുഞ്ഞുങ്ങളെ കൈപിടിച്ചെത്തിക്കാൻ വേണ്ടി കഴിഞ്ഞത്? ആ തകർന്നുപോയ സ്കൂളിൻ്റെ സ്ഥലത്ത് ആഴ്ചകൾ കൊണ്ട് പകരം സ്കൂൾ, അവർക്ക് കൃത്യമായിട്ടുള്ള ഈ നഷ്ടപ്പെട്ടു പോയ അധ്യയന ദിനങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പഠനക്രമം, ഇതെല്ലാം കൊണ്ടുവന്നപ്പോൾ അങ്ങേയറ്റം മാനസികമായിട്ട് തന്നെ പ്രയാസങ്ങളിലായി പോയ ആ കുഞ്ഞുങ്ങളെ ശരിയായ നിലയിൽ കൗൺസിലിംഗ് ഒക്കെ നൽകി അവർക്ക് നല്ല ആരോഗ്യമുള്ള മനസ്സുണ്ടാക്കി അവർക്ക് അതിജീവിക്കാൻ മുന്നോട്ട് വരാനുള്ള സമീപനം ഉണ്ടാക്കിയപ്പോൾ ആ കുട്ടികൾ 100% വിജയം വെള്ളാർമല സ്കൂൾ നേടിയില്ലേ? എങ്ങനെയാണ് സാധിച്ചത്? അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും എടുത്തു നോക്കിയാൽ നിങ്ങൾ നോക്കൂ, എന്തായിരുന്നു UDF ഭരണകാലത്ത്. ഞാൻ ആ വിദ്യാഭ്യാസം പറഞ്ഞുകൊണ്ട് തന്നെ പറയാം. ഇവിടെ സ്കൂളുകൾ പൂട്ടണമെന്നല്ലേ ഗോപികൃഷ്ണ തീരുമാനിച്ചത് UDF ഭരണകാലത്ത്? അന്ന് സ്കൂളുകൾ അൺഇക്കണോമിക് പട്ടികയുണ്ടാക്കിയില്ലേ? 1200ഓളം സ്കൂളുകളുടെ പട്ടികയുണ്ടാക്കി. അൺഎക്കണോമിക്, അടച്ചുപൂട്ടണം എന്നാണ് ലിസ്റ്റ് ഇട്ടത്. ഏതെങ്കിലും ഒരു സ്കൂൾ കേരളത്തിൽ അടച്ചുപൂട്ടേണ്ടി വന്നോ 2016 ശേഷം? ഏതെങ്കിലും ഒരു വിദ്യാലയത്തെക്കുറിച്ച് അൺഇക്കണോമിക് എന്ന വാക്ക് തന്നെ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ടോ? അങ്ങനെയൊരു വിലയിരുത്തലെ കേരളത്തിൽ ഇല്ലാത്ത വിധത്തിൽ പൊതുവിദ്യാഭ്യാസത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടി കഴിഞ്ഞില്ലേ? ആശുപത്രികളുടെ കാര്യം, നേരത്തെ ഒരുതരം മണവും മരുന്നില്ലായ്മയും ആവശ്യമായ സ്റ്റാഫും ഡോക്ടറും ഇല്ലാത്ത പ്രശ്നങ്ങൾ ആളുകൾ കൈയൊഴിഞ്ഞിരുന്നല്ലോ. അവിടെ ഇപ്പോൾ എന്താ നമ്മുടെ ആശുപത്രികളുടെ അവസ്ഥ? എല്ലാ ജില്ലാ ആശുപത്രികളിലും കാറ്റ് ലാബുകൾ, അവിടെ കാർഡിയാക് സർജറികൾ നടത്താൻ കഴിയുന്ന അവസ്ഥ വന്നില്ലേ? 44 താലൂക്ക് ആശുപത്രികളിൽ ഡയാലിസിസ് സംവിധാനം വന്നില്ലേ? ഇതൊന്നും മുമ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഉണ്ടായിരിക്കുന്ന ഒരു സംഗതി എന്താ? ഗവൺമെന്റ് ആശുപത്രികളിൽ ക്യൂ നീളുകയാണ്. അതുകൊണ്ട് ആളുകൾ വന്നാൽ ഒരു പക്ഷേ കുറച്ച് സമയം അധികം നിൽക്കേണ്ടി വരികയാണ്. മരുന്നും ഡോക്ടറും നേരത്തെ ഉച്ചവരെയാണ് മിക്കവാറും എല്ലാ ഗവൺമെന്റ് ആശുപത്രികളും ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കുടുംബാരോഗ്യ കേന്ദ്രം പോലും രാത്രി വരെ ഡോക്ടറും ജീവനക്കാരുമുള്ള സംവിധാനം, കിടത്തി ചികിത്സകൾ, എല്ലാ മേഖലയിലും ആ മാറ്റം ഉണ്ടായില്ലേ?
വീടില്ലാത്ത ആളുകളുടെ അവസ്ഥ, 4.5 ലക്ഷം വീടുകൾ കൊടുത്തു കഴിഞ്ഞില്ലേ? ആളുകൾ കയറി താമസമായില്ലേ? 4,09,000 ആളുകൾക്ക് പട്ടയം, അവരുടെ ഭൂമിയുടെ അവകാശം കൈവശം കിട്ടിയില്ലേ? നേരത്തെ മുടങ്ങിപ്പോയ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ UDF കാലത്ത് 600 രൂപ, അത് തന്നെ 18 മാസം മുടങ്ങിയത്, ഇപ്പോൾ അത് തുടർച്ചയായി കൊടുക്കുന്നു. LDF ഗവൺമെന്റിന്റെ കാലത്തും ഈ രണ്ടാം ഗവൺമെന്റ് വന്നപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് ഒരു 5 മാസം മുടങ്ങിപ്പോയി നമ്മുടെ സാമ്പത്തിക പരാധീനത മുഴുവൻ. പക്ഷെ അത് വീണ്ടും പുനരാരംഭിക്കാൻ കൃത്യമായിട്ട് ഓരോ മാസവും സർക്കാർ ജീവനക്കാർക്കൊക്കെ പെൻഷൻ കിട്ടുന്നത് പോലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അതത് മാസം ആളുകളുടെ കൈകളിൽ എത്തിക്കാൻ വേണ്ടി കഴിയും. ഇങ്ങനെ അടിസ്ഥാന നമുക്ക് അടുത്ത ഘട്ടത്തിൽ ഞാൻ ശ്രീ എം ലിജുവിലേക്ക് പോയ ശേഷം അടുത്ത ഘട്ടത്തിൽ താങ്കൾക്ക് ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടി പറയാം. ശരി, VPP ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എം ലിജു, ഈ നീതി ആയോഗിന്റെ സൂചികയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു കേരളം എന്ന് മാത്രമല്ല, വികസനത്തിന്റെയും സാമൂഹ്യ പുരോഗതിയുടെയും ഒക്കെ വർഷങ്ങളാണ് കേരളത്തിലെ ജനതയ്ക്ക് മുന്നിൽ ഇടതുമുന്നണി സർക്കാർ കാഴ്ചവെച്ചത് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു വേദി തയ്യാറാക്കുകയാണ്. അദ്ദേഹം മാത്രമല്ല, ഇടതുമുന്നണി ഒന്നാകെ. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ക്യാപ്റ്റൻസിയിൽ പിണറായി വിജയൻ ക്യാപ്റ്റനായി തന്നെ ഈ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ, ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഒരു പ്രവർത്തന റിപ്പോർട്ട് ഈ പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിലും ജയിച്ചു കയറാൻ കഴിയും എന്ന ആത്മവിശ്വാസമായിരുന്നു ഇന്ന് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിലും കഴിഞ്ഞ ദിവസം വന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വരുന്ന പ്രതികരണങ്ങളിലും കാണുന്നത്. ഇത് പ്രതിപക്ഷത്തെ അലോസരപ്പെടുത്തുന്നുണ്ടോ? എങ്ങനെയാണ് പ്രതിപക്ഷം സർക്കാരിൻ്റെ അവകാശവാദങ്ങളെ നേരിടാൻ പോകുന്നത്? ഗോപികൃഷ്ണൻ എന്നോട് സംസാരിച്ചു തുടങ്ങിയത് തന്നെ നീതി ആയോഗിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. നീതി ആയോഗ് 2025 പുറത്തിറക്കിയ ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ്, സാമ്പത്തിക ഭദ്രതാ സൂചിക, അതിലെ 18 സംസ്ഥാനങ്ങളിൽ 15-ാം സ്ഥാനത്താണ് കേരളം. EMS നമ്പൂതിരിപ്പാട് മുതൽ ശ്രീ ഉമ്മൻചാണ്ടി വരെ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ 1.5 ലക്ഷം കോടി രൂപയുണ്ടായിരുന്ന കേരളത്തിൻ്റെ പൊതുകടം ഇന്ന് 6 ലക്ഷം കോടി രൂപയാണ്. കൂടാതെ എന്താണ് കഴിഞ്ഞ 9 വർഷക്കാലത്തിൽ ശ്രീ VPP മുസ്തഫ സംസാരിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, എന്താണ് ഇവരുടെ വികസന നേട്ടം? UDF സർക്കാരുകളുടെ കാലഘട്ടത്തിൽ ആശയപരമായി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ അന്ന് തുടങ്ങി വെച്ച പദ്ധതികളുടെ പൂർത്തീകരണമല്ലാതെ എന്തെങ്കിലും തനത് പദ്ധതികൾ എന്ന് പറയുവാൻ ഇവർക്ക് സാധ്യമാണോ? ഇപ്പോൾ തന്നെ പെൻഷൻ, ക്ഷേമനിധി പെൻഷനിൽ മുടങ്ങിക്കിടന്നിട്ട് 18 മാസക്കാലമായി. ഇവർ ഈ നുണ പിന്നെ ആവർത്തിക്കുകയാണ്. നിയമസഭയ്ക്കുള്ളിൽ വെച്ച് തന്നെ പൊളിഞ്ഞു പോയൊരു നുണയാണ് UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. വളരെ കൃത്യമായി കേരള നിയമസഭയിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി LDF മന്ത്രിമാർ തന്നെ നൽകിയതിലൂടെ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന സമയത്തല്ലാതെ യാതൊരു വിധത്തിലുള്ള കുടിശ്ശികയും ഇല്ലായിരുന്നത് കേരളത്തിൽ അംഗീകരിക്കപ്പെട്ട വസ്തുതയാണ്. എത്രയോ ടെലിവിഷൻ ചർച്ചകളിലും നിയമസഭാ ചർച്ചയിലും വ്യക്തമാക്കിയൊരു നുണ വീണ്ടും ആവർത്തിക്കുകയാണ്. എനിക്ക് വളരെ കൃത്യമായി ഈ സർക്കാരിൻ്റെ 9 വർഷക്കാലത്തെ ഭരണത്തിലെ നിരവധി പാളിച്ചകൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഒന്ന്, ധനസ്ഥിതി അങ്ങേയറ്റം മോശമാക്കി. 2, എടുത്തു പറയത്തക്ക വികസന നേട്ടങ്ങൾ ഒന്നും തന്നെ കൊണ്ടുവരാൻ സാധിച്ചില്ല. 3, കേരളത്തിൻ്റെ ക്രമസമാധാന നില. ഇപ്പം തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരത്തുണ്ടായൊരു കാര്യം, ഒരു പട്ടികജാതി വനിത പോലീസ് സ്റ്റേഷനുള്ളിൽ 12 മണിക്കൂർ പിടിച്ചു വെക്കപ്പെടുകയാണ്. അടിസ്ഥാനപരമായ എല്ലാ മനുഷ്യാവകാശങ്ങളും നിഷേധിക്കപ്പെട്ടുകൊണ്ട് ഒരു മോഷണ കേസിൽ ആരോപണം വന്നതിൻ്റെ പേരിൽ കള്ളിയായി മുദ്രകുത്തി അപമാനിക്കപ്പെടുന്ന സാഹചര്യം കേരളത്തിലുണ്ട്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിൻ്റെ വ്യാപനം, ഗുരുതരമായ രീതിയിലുള്ള മയക്കുമരുന്ന് വ്യാപനം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഭരണകക്ഷി തന്നെ മഹാത്മാഗാന്ധിയുടെ സ്തൂപം പോലും വെക്കാൻ കഴിയാത്തവണ്ണമുള്ള അക്രമ പ്രവർത്തനങ്ങൾ അഴിച്ചുവിടുന്ന ഒരു ഭരണകക്ഷി കേരള സംസ്ഥാനത്തുണ്ട്. പട്ടികജാതി വിഭാഗങ്ങളുടെ ഫണ്ട്, SC/ST ഫണ്ടിലെ SC ഫണ്ടിൽ 500 കോടി രൂപയുടെ വെട്ടിത്തിരത്താണ് കഴിഞ്ഞ ഒരു സാമ്പത്തിക ഇതിൽ മാത്രം. കഴിഞ്ഞ സാമ്പത്തിക വർഷം SC ഫണ്ടിൽ 500 കോടി രൂപയും ST ഫണ്ടിൽ 120 കോടി രൂപയുടെ വെട്ടിക്കുറവ് ഉണ്ടായിരിക്കുന്ന ഒരു സംസ്ഥാനമാണിത്. ഇവിടെ എടുത്തു കാണിക്കപ്പെടുന്ന പദ്ധതികൾ, അതിപ്പോൾ ദേശീയപാത വികസനം എടുത്തു കാണിക്കൊണ്ടിരിക്കുന്ന ഇപ്പം തന്നെ ഇപ്പോൾ മലബാറിലൊക്കെ തന്നെ മഴ വന്നപ്പോൾ തന്നെ അതിൻ്റെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. വിഴിഞ്ഞം പദ്ധതി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇവരുടെ എല്ലാ അഴിമതി ആരോപണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ്.
കണ്ണൂർ വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് മണ്ണ്, അതായത് റൺവേ പോലും മണലായിരുന്നു എന്നാണ്. ഇന്ന് KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് നടത്തിയ പത്രസമ്മേളനത്തിൽ 2016 കേരള നിയമസഭയിൽ കൊടുത്ത ഉത്തരത്തിൻ്റെ, അതായതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഒരു റിപ്പോർട്ട് ഇന്ന് അദ്ദേഹം വായിക്കുകയുണ്ടായി. 2016 നിയമസഭാ ക്വസ്റ്റ്യനിൽ വിമാനത്താവളത്തിൽ ഏതെല്ലാം അനുവാദങ്ങൾ ഏതൊക്കെ പൂർത്തീകരിച്ചു എന്ന് ചോദിച്ചതിന് ഈ ഗവൺമെൻറ്, പിണറായി വിജയൻ സർക്കാർ തന്നെ പറയുന്നത് 3050 മീറ്റർ റൺവേ, 20 എയർക്രാഫ്റ്റ് പാർക്കിങ്ങിനുള്ള ഏപ്രൺ, ടാക്സി ട്രാക്ക് തുടങ്ങി നിരവധി കാര്യങ്ങൾ. കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ പൂർത്തീകരണവും UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ പിന്നെ എന്താണ് നിങ്ങളുടെ വികസന നേട്ടം? നിങ്ങളുടെ വികസന നേട്ടം 18 മാസത്തെ ക്ഷേമനിധി പെൻഷൻ്റെ കുടിശ്ശികയും അതോടൊപ്പം തന്നെ 6 ലക്ഷം കോടി രൂപയുടെ കടവും നിലവിലുള്ള ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സിലെ 18ാം സ്ഥാനവും ഒക്കെയാണോ നിങ്ങളുടെ നേട്ടങ്ങൾ? പിന്നെ ക്രമസമാധാന രംഗത്ത് മയക്കുമരുന്ന് വ്യാപനത്തിൽ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന പുരോഗതി. ശ്രീ എം ലിജു, ഈ UDF തുടങ്ങി വെച്ച പദ്ധതികൾ പിന്നീട് LDF പൂർത്തിയാക്കിയ കാര്യം പറയുമ്പോൾ മുഖ്യമന്ത്രി എഴുതിയ വാചകങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചല്ലേ? തകർന്ന റോഡുകളും അഴിമതി പാലങ്ങളും തൂണുകൾ മാത്രമായ കൊച്ചി മെട്രോയും മൺപാതയിലേക്ക് യുദ്ധവിമാനം കഷ്ടിച്ചിറക്കി ഉദ്ഘാടനം ചെയ്ത കണ്ണൂർ വിമാനത്താവളവും മണിക്കൂറുകളുടെ ലോഡ് ഷെഡിങ്ങുമാണ് ഈ സർക്കാരിനെ വരവേറ്റതെന്നാണ്. അപ്പം ഞാൻ ഓരോന്നായി മറുപടി പറഞ്ഞത്. കൊച്ചി മെട്രോ ഏതെങ്കിലും കാലഘട്ടത്തിൽ UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പണി മുടങ്ങിക്കിടന്നിരുന്നു. സ്വാഭാവികമായിട്ടും തൂണ് വെക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ലല്ലോ. ഇവരുടെ എല്ലാ അഴിമതി ആരോപണങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് വിഴിഞ്ഞത്തിന് അനുമതി വാങ്ങിയത്, അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് പോയത്, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയത്. കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മൺപാത എന്ന് പറഞ്ഞപ്പോൾ ഇവരെ 26/9/2016 കണ്ണൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം നമ്പർ 72, ചോദ്യം KC ജോസഫ്, സണ്ണി ജോസഫ്, ഷാഫി പറമ്പിൽ, IC ബാലകൃഷ്ണൻ, കണ്ണൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രവർത്തനം ഇതുവരെ പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന ചോദ്യത്തിന് പിണറായി വിജയൻ്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പൂർത്തീകരിച്ച പ്രവർത്തികൾ താഴെ പറയുന്ന പ്രകാരമാണ്: 3050 മീറ്റർ റൺവേ, 20 എയർക്രാഫ്റ്റ് പാർക്കിങ്ങിനായുള്ള ഏപ്രൺ, പാരൽ ടാക്സി ട്രാക്ക് 889 മീറ്റർ, റൺവേ ലിങ്ക് ടാക്സി 2 എണ്ണം തുടങ്ങി അദ്ദേഹം നൽകിയ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. 2016 മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ ശ്രീ സണ്ണി ജോസഫിന് കൊടുത്ത മറുപടിയിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ പൂർത്തിയായിരിച്ചതിൻ്റെ ലിസ്റ്റാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് മൺപാത എന്ന് പറയുന്നത് അദ്ദേഹം ഗീബൽസിന് പഠിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒന്നും വികസന നേട്ടങ്ങളൊന്നും പറയാനില്ലാത്തത് കൊണ്ട് മെട്രോയുടെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി, വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ, കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ കാര്യത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ, അങ്ങനെ ഏതെടുത്താലും ഇപ്പം മെഡിക്കൽ കോളേജ്, കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഭരിച്ചപ്പോൾ തന്നെ 7 മെഡിക്കൽ കോളേജുകൾ പൂർത്തീകരിക്കപ്പെട്ടു. ഈ ഗവൺമെൻറ് വന്ന ശേഷം മെഡിക്കൽ കോളേജ് വല്ല മുന്നോട്ട്. അപ്പം എന്തെടുത്താലും, മെഡിക്കൽ കോളേജ് എന്തെടുത്താലും ഒരു ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ ഇട്ട പദ്ധതികളല്ലാതെ കേരളത്തിൽ ഇവരെന്ത് ആവിഷ്കരിച്ചു? ഇവർ KFON ആവിഷ്കരിച്ചു എന്ന് പറഞ്ഞു. 20 ലക്ഷം ആളുകൾക്ക് ഇവർ സൗജന്യമായി ഇൻ്റർനെറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു. 20,000-ഓളം പോലും ആൾക്ക് കൊടുത്തില്ല. കേരയിൽ ജനവിരുദ്ധമായ ഒരു കേരയിൽ പദ്ധതി, സിൽവർ ലൈൻ ആയിരുന്നു ഇവരുടെ ഡ്രീം പ്രോജക്റ്റ്. ഇപ്പൊ പശുവിനെ കെട്ടിക്കൊണ്ടിരിക്കുക മഞ്ഞക്കുറ്റിയിലൊക്കെ. കേരയിൽ വരുമെന്ന് ഇപ്പോഴും പറയുന്നുണ്ട് കേട്ടോ ലിജു, കേരയിൽ വരുമെന്ന് ഇപ്പോഴും ഈ സർക്കാർ പറയുന്നുണ്ട് കേട്ടല്ലോ. ചെങ്ങന്നൂർ പ്രദേശത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ ഒരു ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ അന്ന് കൊണ്ടിട്ട മഞ്ഞക്കുറ്റികൾ നാട്ടുകാർ പിഴുതെറിഞ്ഞിട്ട് ഇപ്പൊ പലതിനും അതിനെ പശുവിനെ കെട്ടുന്നുണ്ട്. നാട്ടിലെ കന്നുകാലികൾ കെട്ടാനായിട്ട് ആ കേരളിന്റെ കുറ്റികൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലാതെ ഇവർക്ക് എന്താണ് സാക്ഷാത്കരിക്കാൻ സാധിച്ചത്? ജനവിരുദ്ധമായ പദ്ധതികൾ പ്രഖ്യാപിച്ച് അതിൻ്റെ പേരിൽ കമ്മീഷൻ അടിക്കാൻ നടത്തിയ ശ്രമത്തിനപ്പുറം ഇവർക്ക് എന്താണ്? ഇപ്പോൾ പാലങ്ങളും റോഡുകളും, ഇപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ഗവൺമെൻറ് വരുമ്പോഴും പാലങ്ങളും റോഡുകളും ഉണ്ടാകും. ഇപ്പോൾ ഭവന നിർമ്മാണ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു. UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഫിഷറീസ്, പട്ടികജാതി ന്യൂനപക്ഷ വിഭാഗങ്ങളായ 4.5 ലക്ഷം വീടുകളുടെ പൂർത്തീകരണം ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കാലഘട്ടത്തിലുണ്ടായി. ഇവർ ഈ പദ്ധതികൾ, ഫിഷറീസ് സ്കീമും ന്യൂനപക്ഷ സ്കീമും എല്ലാ തരത്തിലുള്ള പദ്ധതികളെയും ലയിപ്പിച്ച് ലൈഫ് കൊണ്ടുവന്നു. ലൈഫ് കൊണ്ടുവന്നതിൻ്റെ ഫലമെന്തായി? ലൈഫ് പദ്ധതിയുടെ ചെയർമാൻ, സെക്രട്ടറി ആയിരിക്കുന്ന ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസറായിരിക്കുന്ന ശിവശങ്കരൻ, അത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോയി. അതിനും കുറേ പണം കിട്ടി, അതിനും തട്ടിപ്പ് നടത്തി എന്നല്ലാതെ അനുപമമായ ഒരു നേട്ടവും ഇവർക്ക് കൈയെടുക്കാൻ സാധിച്ചില്ല. ശരി ലിജു, നമുക്ക് അടുത്ത റൗണ്ടിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യാം. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ PR ശിവശങ്കർ, ഈ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറയുന്നതിനൊപ്പം സർക്കാരിൻ്റെ കാര്യങ്ങൾ നടപ്പാക്കുന്നതിലെ ഇച്ഛാശക്തിയെക്കുറിച്ച് മുഖ്യമന്ത്രി പറയുന്ന ഭാഗത്താണ് കേന്ദ്ര സർക്കാരിനെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങൾ കടന്നുകൂടിയത്. അതായത് ഇപ്പോൾ ഈ വയനാട്ടിലുണ്ടായ
ചുരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി, അതായത് ഈ കേരളത്തിന് വേണ്ടുന്ന അർഹമായ പലതും തടഞ്ഞു വെച്ചുകൊണ്ട് കേരളത്തെ കഴുത്തു ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നു എന്നതിലടക്കം കേരളവുമായി സുപ്രീം കോടതിയിൽ കേന്ദ്രവുമായി ഏറ്റുമുട്ടുന്ന ഘട്ടം വരെ, അതിന് മുൻപത്തെ ഗവർണറുമായി ഉണ്ടായിട്ടുള്ള സ്വരച്ചേർച്ചയില്ലായ്മ, അതിന് പുറമെ കേന്ദ്ര പദ്ധതികൾ ഇപ്പോൾ ആരോഗ്യരംഗത്തൊക്കെ ബോർഡ് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾ, ഇങ്ങനെ തുടങ്ങി നടപ്പാക്കേണ്ടുന്ന പദ്ധതികൾ സംബന്ധിച്ച് ഇപ്പോൾ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, ഇങ്ങനെ ഓരോരോ ഘട്ടങ്ങളിലും കേന്ദ്രം ഇടപെടേണ്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ സംസ്ഥാന സർക്കാരിനെ ഇല്ലാതാക്കാൻ സംസ്ഥാനത്തിന് വിരുദ്ധമായ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചുവെന്നും അതിനൊന്നും വഴങ്ങിക്കൊടുക്കാതെ, ഇപ്പോൾ അതിന് പുറമെയാണ് ED റെയ്ഡുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ, അതിനൊന്നും വഴങ്ങിക്കൊടുക്കാതെ അതിനെ മറികടക്കുന്ന നേട്ടമാണ് ഈ സർക്കാർ കൈവരിച്ചിരിക്കുന്നത് എന്നതാണ് ഈ സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ ഉദാഹരണമായി മുഖ്യമന്ത്രി കേരളത്തിന് മുന്നിൽ വെക്കുന്നത്. BJP ഈ അവകാശവാദങ്ങളോട് എങ്ങനെ പ്രതികരിക്കും? ഗോപികൃഷ്ണൻ, ഇതിൽ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചതിൽ ഭൂരിഭാഗവും അവകാശവാദമോ പൊള്ളയായ യാഥാർത്ഥ്യമില്ലാത്ത ഒരു നുണപ്രചരണമോ മാത്രമാണ്. അത് ഇതിൻ്റെ സത്യസന്ധമായി അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങളെന്ന് പറയുന്ന കാര്യങ്ങളെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഗോപികൃഷ്ണൻ തന്നെ അത് രണ്ടാമതെടുത്തു പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ ദീർഘമായി ചർച്ച ചെയ്താണ്. കേന്ദ്രം കേരളത്തിന് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, പ്രതിസന്ധി ഉണ്ടാക്കുന്നുള്ളത്. ഇത് താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ സുപ്രീം കോടതി പോയപ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് പറ്റിയ പരിഭവമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും നൽകാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഡീറ്റെയിൽസ് തെറ്റാണ് എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ നിന്ന് അദ്ദേഹം പിൻവലിച്ചുകൊണ്ട് പോയല്ലോ. പ്രധാനപ്പെട്ട ഒരു അഡ്വക്കേറ്റ് തന്നെ, കപിൽ സിബലായിരുന്നു അന്ന്. അപ്പോൾ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പല ആരോപണങ്ങളും കേന്ദ്രത്തിൽ നിർമ്മല സീതാരാമൻ്റെ മുന്നിലേക്കോ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ മുന്നിലേക്കോ പോയപ്പോൾ തെറ്റാണെന്ന് മനസ്സിലാക്കി പിൻവലിച്ച ചരിത്രമുണ്ട്. ഞാനത് ദീർഘചരിത്രം പറയുന്നില്ല, ഇവിടെ മറ്റു ചില കാര്യങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ താങ്കൾ സൂചിപ്പിച്ചതാണ് ഇവിടെ നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ നിരന്തരമായി ഇത്തരത്തിലുള്ള, ഇന്ന് മുഖ്യമന്ത്രി വീണ്ടും അദ്ദേഹം പത്രസമ്മേളനത്തിൽ ഈ കാര്യങ്ങൾ അരക്കിട്ടുറപ്പിച്ച പോലെ വീണ്ടും പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഞാനിവിടെ റഹീമാണെങ്കിൽ അത് പറയില്ലായിരുന്നു. എനിക്കിപ്പോൾ CPMൻ്റെ ഭാഗത്തുനിന്ന് വന്ന പ്രതിനിധിക്ക് ശ്രീ VPP മുസ്തഫയ്ക്ക് അതൊരു പക്ഷേ അറിയാത്തതുകൊണ്ടായിരിക്കാം ഞാനത് ഡീറ്റെയിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനതിൻ്റെ കോപ്പി ഞാൻ ഗോപികൃഷ്ണൻ ഇട്ടും തന്നേക്കാം. 29/3/2023 ശ്രീ റഹീം ലോക്സഭയിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, 3288 നമ്പറിൽ ചോദിച്ച ചോദ്യമുണ്ട്. നിതിൻ ഗഡ്കരിയോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇത് കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് ഈ ഫണ്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങൾ എത്രയാണ് കൊടുക്കുന്നത്. ഇവിടെ സംസ്ഥാന സർക്കാരും ഇന്ന് P രാജീവും വീണ്ടും മുഖ്യമന്ത്രിയും നിരന്തരം പറയുന്നത് 25% ഫണ്ട് കൊടുത്തത് സംസ്ഥാന സർക്കാർ മാത്രമാണ് എന്നതാണ് ആരോപണം ഉന്നയിച്ചത്, അല്ലെങ്കിൽ വലിയ ക്രെഡിറ്റ് ആയിട്ട് പറഞ്ഞത്. നോക്കൂ, അന്ന് റഹീമിന് കൊടുത്ത ഉത്തരം ശ്രീ ഗഡ്കരി വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നത്, സെവറൽ സ്റ്റേറ്റ് ഹാസ് ബീൻ ഓൾറെഡി കോൺട്രിബ്യൂട്ടഡ് /agreed to contribute towards the cost of the land acquisition up to 100% for the specific NH project, including the state like Kerala, Bihar, Tamil Nadu, Karnataka, Andhra Pradesh, Odisha, Punjab. The details are going on. അങ്ങനെ ദീർഘമായതുണ്ട്. And Nagaland, Manipur, Assam and provided the land free of cost for the development project. Madhya Pradesh state has been agreed to provide substitute land for the project. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെ ഓരോരോ കാര്യം എടുത്തു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഓരോ പ്രതിനിധികളും നിരന്തരം നുണയാണ്, തെറ്റായ വാർത്തകളാണ് ജനം കൊടുക്കുന്നത്. അടുത്ത കാര്യം നോക്കൂ, അദ്ദേഹം ഇപ്പോൾ പറയുന്നത് പുനരധിവാസത്തിന് സംസ്ഥാന സർക്കാർ ശ്രമിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ തെറ്റായിട്ടുള്ള സഹായിച്ചില്ല എന്നുള്ളതാണ്. ഞാൻ ആ ഡീറ്റെയിൽ നമ്മളത് നിരന്തരമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ സംസ്ഥാനത്തിന് DYFI അടക്കം, യുവമോർച്ച അടക്കം, സേവാഭാരതി അടക്കം ധാരാളം വീടുകൾ നിർമ്മിച്ചു തരാമെന്ന് ഏറ്റിരുന്നു. ഞാനൊരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു അസോസിയേഷൻ, ഞാൻ പേരും കൂടെ പറഞ്ഞേക്കാം, സംസ്ഥാനത്തെ കേരള ഓട്ടോമൊബൈൽ അസോസിയേഷൻ വർക്ക്ഷോപ്പ് യൂണിയൻ, അവർ 10 വീടുണ്ടാക്കിയിട്ട് ഏതാണ്ട് 7-8 മാസമായി സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെയോ മന്ത്രിമാരെയോ ക്ഷണിച്ചിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോലും വരുന്നില്ല. അവരെന്നിട്ട് സുരേഷ് ഗോപിയെ വിളിച്ചേക്കാം. അതിൻ്റെ കത്ത് എൻ്റെ അടുത്തുണ്ട്. നസീർ വള്ളിക്കാട്, സംസ്ഥാന ജനറൽ സെക്രട്ടറി, സുരേഷ് ഗോപിയെ വന്ന് കാണുകയാണ്. ഞങ്ങൾക്ക് ഈ സാധനം ഒന്ന് ഉദ്ഘാടനം ചെയ്തു തരണം. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെയും അവിടുത്തെ മന്ത്രിമാരെയും വിളിച്ചിട്ട് പണി തീർന്ന് വീട്ടു സാധനങ്ങളടക്കം അവർ വെച്ചുകൊണ്ടിരിക്കുകയാണ്. മാസം 4-5 എന്തിനാണ് സംസ്ഥാന സർക്കാർ ഒരു അസോസിയേഷൻ നിർമ്മിച്ച് ഫ്രീ ആയിട്ട് നൽകുന്ന അതിന് പോലും അനുവാദം നൽകാത്തത്? കോൺഗ്രസിൻ്റെ നേതാക്കളും കേൾക്കണം, അവിടുത്തെ MP
പ്രിയങ്കാ ഗാന്ധിയെ പോയി കണ്ടു, അവരും നിഷേധിക്കുന്നു. അപ്പോൾ സംസ്ഥാനത്ത് വികസനം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും സൗകര്യം ഉണ്ടാക്കുമ്പോൾ എന്തിനാണ് ഇവർ തകർക്കുന്നത്? അപ്പോൾ ഇതൊരു കാര്യം. രണ്ട്, ഒരു വികസനം നോക്കുമ്പോൾ സാധാരണ അവിടുത്തെ കുട്ടികളെയാണ് ആരും ശ്രമിക്കുന്നത്. നമ്മുടെ വീട്ടിലാണെങ്കിൽ കുട്ടികൾക്കാണ് ആദ്യം ഭക്ഷണം കൊടുക്കുന്നത്. ആ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണം പോലും മുടങ്ങിയിട്ട് എത്ര നാളായി? പലപ്പോഴും മുടങ്ങിയില്ലേ? ഇനിയിപ്പോൾ പുതുതായിട്ട് തുടങ്ങുമ്പോൾ അത് കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? എത്ര പ്രധാന അധ്യാപകരുടെ ശമ്പളമാണ് ഇപ്പോഴും ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഇല്ലാണ്ടായിരിക്കുന്നത്? പലരും കടം മേടിച്ചു കൊടുക്കുന്നു, നാട്ടിലിറങ്ങാൻ പറ്റുന്നില്ല ഉള്ള സംഭവം നമ്മൾ കണ്ടതല്ലേ. പിന്നെ അടുത്ത കാര്യം, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നത് തൊഴിലില്ലായ്മ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ സംസ്ഥാനത്തല്ലേ. 29.9% എന്നല്ലേ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ അതിൻ്റെ പുതിയ സർവേയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ സർവേ പ്രകാരം ഈ കേരളത്തിലല്ലേ തൊഴിലില്ലായ്മ ഉള്ളത്. എന്നിട്ട് പറയുകയാണ് കേരളത്തിൽ വികസനം ഉണ്ടാവുന്നു. നേരത്തെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നു, നീതി ആയോഗിൻ്റെ സർവേയിൽ ഞങ്ങൾ ഒന്നാമതെത്തുന്നു എന്ന്. എന്നിട്ട് പറയുകയാണ് ഇവിടെ ഇതാ വികസനം വരുന്നു, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഞങ്ങൾ ഒന്നാമതാണെന്ന്. പ്രിയപ്പെട്ട ഗോപികൃഷ്ണ, ഒന്ന് താങ്കൾ ചെക്ക് ചെയ്ത് നോക്കൂ. കഴിഞ്ഞ 3 വർഷമായി എഫ് ഡി ഐ ഇന്ത്യയിലേക്ക് വരുമ്പോൾ 1 രൂപയെങ്കിലും ഇന്ത്യയിലേക്ക് ഈ വന്നതിൽ സംസ്ഥാന സർക്കാരിലേക്ക് ഈ കേരള സർക്കാരിന് എത്തിയിട്ടുണ്ടോ? മഹാരാഷ്ട്രയും തമിഴ്നാടും കർണാടകയും അടക്കം ജാർഖണ്ഡും യുപിയും ഒറീസയും അടക്കം 5-10% ഇന്ത്യയിലേക്ക് വരുന്ന വലിയ ഓരോ വർഷവും ഓരോ $1 മില്യൺ ആണ് ഇന്ന് ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇത്ര 10-15 സ്റ്റേറ്റ് കഴിഞ്ഞിട്ട് പോലും ഞാൻ നോക്കിയിട്ട് ഈ കേരളത്തിൻ്റെ 1 രൂപ പൊസിഷൻ കാണുന്നില്ല. PLI സ്കീമിൽ ഇതുപോലെ അപ്ലൈ ചെയ്യാത്ത ഒരു സംസ്ഥാനം കേരളമല്ലേ. അപ്പോൾ വികസനത്തിൻ്റെ കാര്യത്തിൽ, ഫാക്ടറി വരുന്ന കാര്യത്തിൽ, വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന കാര്യത്തിൽ കേരളത്തിൻ്റെ കാര്യം അധോഗതിയല്ലേ. ഇവിടെ എന്താണ് വികസനം ഉണ്ടായത്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ? പിന്നെ എന്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇവിടെ ബേക്കറി തുടങ്ങുന്നതിലും പെട്ടിക്കട തുടങ്ങുന്നതിലോ? സംസ്ഥാനത്തിന് ഒരേപോലെയല്ലേ ഗിഫ്റ്റ് സിറ്റി അനുവദിച്ചത്? കേന്ദ്ര സർക്കാർ വന്നിട്ട് 2000 അനുവദിച്ച ഗിഫ്റ്റ് സിറ്റിയുടെ കാര്യത്തിൽ ഒരു കല്ലിടാൻ പോലും നടന്നു. ഞാനല്ലല്ലോ ഇത് ആരോപണം ഉന്നയിക്കുന്നത്. ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും ഒരു മഹാനായ വ്യവസായി, ഈ കേരളത്തിൻ്റെ തന്നെ വ്യാവസായിക അംബാസിഡർ എന്ന് നമ്മൾ വിളിക്കുന്ന ലുലുവിൻ്റെ യൂസഫ് അലി സാറ്, അദ്ദേഹം പറഞ്ഞില്ലേ ഈ കേരളത്തിൽ പച്ച പിടിക്കുന്നില്ല, ഗിഫ്റ്റ് സിറ്റി വരുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പരസ്യമായിട്ട് മുഖ്യമന്ത്രി ഇരുത്തി പ്രസംഗിച്ചില്ലേ? അത് BJPയുടെ അഭിപ്രായമല്ലല്ലോ. അപ്പോൾ കേരളത്തിലെ വ്യവസായ പ്രമുഖർക്ക് ഈ സംസ്ഥാനത്തിനോട് എതിർപ്പുണ്ട്. ആ ഗിഫ്റ്റ് സിറ്റിയിൽ കേരളത്തിലെ ഏതാണ്ട് 17ഓളം സ്ഥാപനങ്ങൾ ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ പോയി വർക്ക് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? എന്നിട്ട് പറയുകയാണ് സംസ്ഥാന സർക്കാർ ഇവിടെ ഡെവലപ്മെൻ്റ് ഉണ്ട്, ഇവിടെ IT ബിസിനസ് വികസനം നടത്തുന്നു. ഇവിടെ ലുലുവും അതേപോലെ തന്നെ ലീല അതേപോലെ കമ്പനികൾ ഇവിടെ IT സെന്റർ ഉണ്ടാക്കിയിട്ട് IT പാർക്കുകൾ ഉണ്ടാക്കുമ്പോൾ അവിടെ വന്ന് പണിയെടുത്ത് ഈ മലയാളികൾ ജീവിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ വികസനമാണെന്ന് പറയുന്നതിൽ അല്പമൊക്കെ നാണവും മാനവും വേണ്ടേ? ശരി, ഏതായാലും സർക്കാർ വികസനത്തെയും സാമൂഹ്യ പുരോഗതിയും ഒക്കെ ഈ സർക്കാരിന്റെ വലിയ നേട്ടങ്ങളായി ഇടതുമുന്നണി മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ നേരിടുന്നതിൻ്റെ രീതികൾ എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കും, ഏതൊക്കെ വാദങ്ങൾ ഉയർത്തിയായിരിക്കും എന്നാണ് നമ്മൾ കണ്ടത്. ഇനി ഇതിൻ്റെ രാഷ്ട്രീയ സ്വഭാവത്തിലേക്ക് കൂടി കടക്കണം. ശ്രീ VPP മുസ്തഫ, ഈ സർക്കാർ അല്ലെങ്കിൽ ഇടതുമുന്നണി സർക്കാരിൻ്റെ തുടർഭരണത്തിന് ശേഷം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിലൊറ്റ സീറ്റിൻ്റെ മാത്രം ഒരു വിജയം, പിന്നീട് നടന്ന 4 വർഷത്തിനിടെ ഉണ്ടായ 4 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ 3 പരാജയം. ഇവിടെ ക്യാപ്റ്റനായി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒറ്റക്കെട്ടായി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളെ എടുത്തുകാട്ടി മന്ത്രിമാരോട് പൊതു താല്പര്യങ്ങളുള്ള രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള കളമൊരുക്കാനുള്ള നിർദ്ദേശം പാർട്ടി നൽകിക്കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ CPM-നും ഇടതുമുന്നണിക്കും അനുകൂലമായ എന്ത് രാഷ്ട്രീയ സാഹചര്യമാണ് താങ്കൾ കേരളത്തിൽ കാണുന്നത്? താങ്കൾ പറഞ്ഞത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം. ഗോപികൃഷ്ണൻ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 എന്ന് പറഞ്ഞാൽ 1ാം പിണറായി സർക്കാർ, ആ സർക്കാരിൻ്റെ നേട്ടം കൊണ്ടാണല്ലോ തുടർഭരണം കേരളത്തിൽ ഇടതുപക്ഷത്തിന് ചരിത്രത്തിൽ ആദ്യമായി ലഭിച്ചത്. അത്രയും മേന്മയുള്ള 1ാം പിണറായിയുടെ കാലത്ത് നടന്ന 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് 1 സീറ്റ് മാത്രമേ കേരളത്തിൽ ലഭിച്ചിട്ടുള്ളൂ. അന്നും 19 സീറ്റിൽ ഞങ്ങൾ തോൽക്കുകയാണ് ചെയ്തത്. 2019 മെയ് മാസത്തിൽ അങ്ങനെ തോറ്റമ്പിയ ഇടതുപക്ഷമാണ്, താങ്കളുടെ ഭാഷയിൽ തോറ്റമ്പിയ ഇടതുപക്ഷമാണ് 2021 മെയ് മാസത്തിൽ കേരളത്തിൽ ഇതേ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ ഇടയായ 2ാം പിണറായി സർക്കാരിലേക്ക് എത്തിയത്. അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വിധിയെഴുത്ത് ഇന്നത്തെ ദേശീയ സാഹചര്യത്തിനനുസൃതമായിട്ടാണ്. അവിടെ ഉള്ള പ്രത്യേക സാഹചര്യത്തിൽ BJPയെ മാറ്റി നിർത്താൻ ഒരു പ്രധാനപ്പെട്ട ദേശീയ കക്ഷി എന്നുള്ള നിലയിൽ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ
സംസ്ഥാന സാഹചര്യം പരിഗണിക്കപ്പെട്ട, സംസ്ഥാനത്തെ രാഷ്ട്രീയം ഭരണം കൂടുതൽ വിലയിരുത്തപ്പെട്ട സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നിങ്ങൾ നോക്കൂ. ഇവിടെ താങ്കൾ പറഞ്ഞു 4 UDF നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 3 UDF ജയിച്ചു. ആ 3 മണ്ഡലം ഏതാണ് ഗോപികൃഷ്ണൻ? 2021 ഇടതുപക്ഷത്തിന്റെ വലിയ തേരോട്ടം ഉണ്ടായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുമായി ഇടതുപക്ഷം കേരളത്തിൽ തുടർഭരണം നേടിയ തെരഞ്ഞെടുപ്പിൽ പോലും UDF വിജയിക്കാൻ കഴിഞ്ഞ 3 മണ്ഡലങ്ങളാണ് പുതുപ്പള്ളിയും തൃക്കാക്കരയും പാലക്കാടും. എന്ന് പറഞ്ഞാൽ അങ്ങനെ LDF മഹാവിജയത്തിലും UDF നിന്ന 3 മണ്ഡലങ്ങളിൽ അവർക്ക് വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞു. അപ്പോഴും നിങ്ങൾ നോക്കൂ, പാലക്കാട് മണ്ഡലത്തിൽ LDF വോട്ട് 2021 വർദ്ധിച്ചു. ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ചേലക്കര, അതാണല്ലോ കേരളത്തിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ കാണേണ്ടത്. ഇവിടെ ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ, ഇവിടെ ഈ സർക്കാരില്ലായ്മയാണെങ്കിൽ, കേരളത്തിലെ ഇടതുപക്ഷത്തോട് ജനങ്ങൾക്ക് വല്ലാത്ത പ്രതിഷേധമാണെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ ചേലക്കര UDF ജയിച്ചിരുന്ന മണ്ഡലമാണ്, കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കൾ ജയിച്ചിരുന്ന മണ്ഡലമാണ്. പക്ഷേ ആ മണ്ഡലം ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷത്തിൽ നിലനിർത്താൻ വേണ്ടി കഴിഞ്ഞില്ലേ? അപ്പോൾ അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ദിശാസൂചിക എങ്ങോട്ടാണ് എന്നതിൻ്റെ വ്യക്തമായ നിലയാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? 2011-16 UDF ഭരണകാലത്തിൻ്റെ നെറികേടുകൾ ആളുകളുടെ മനസ്സിൽ നിൽക്കുകയാണ്. നേരത്തെ താങ്കൾ കോട്ട് ചെയ്ത മുഖ്യമന്ത്രിയുടെ ലേഖനത്തിലെ UDF ഭരണകാലത്തെ അങ്ങേയറ്റം അപമാനകരമായ അവസ്ഥ മാത്രമല്ലല്ലോ. നിങ്ങൾ നോക്കും, മുഖ്യമന്ത്രിയുടെ കസേരയിൽ സെക്രട്ടേറിയറ്റിൽ വലിയ പാറാവും സുരക്ഷയുമുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ കസേരയിൽ കയറിയിട്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വേറൊരാൾ ഇരിക്കുന്ന കാഴ്ച കേരളം കാണേണ്ടി വന്നില്ലേ? അങ്ങനെ നാഥനില്ല കളരിയായ അങ്ങേയറ്റം മോശമായ ഭരണം, അതിൽ നിന്നുള്ള ശാപമോക്ഷമാണ് 2016 LDF ഭരണം. അത് സുത്യർഹമായി നിർവഹിച്ചപ്പോൾ തുടർ ഭരണം കേരളത്തിൽ സാധ്യമായി. അതിൻ്റെ വലിയ മുന്നേറ്റം. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ഇവിടെ ഇപ്പോൾ നീതി ആയോഗിൻ്റെ കണക്കുകൾ ഞങ്ങൾ എന്തോ ഉണ്ടാക്കി പറയുന്നത് പോലെയാണ് BJP പ്രതിനിധി പോലും പറയുന്നത്. കേന്ദ്ര സർക്കാർ പ്ലാനിംഗ് കമ്മീഷനെ പിരിച്ചുവിട്ടിട്ട് ഈ മോഡി ഭരണം ഉണ്ടാക്കിയതാണ് നീതി ആയോഗ്, അവരുടെ കണക്കാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് നീതി ആയോഗിൻ്റെ സർവേ എന്തോ പറയുന്നു ഞങ്ങൾ എന്നാണ്. അവർ പറയുന്നത് എന്താ? ഇന്ത്യയിൽ ദാരിദ്ര്യം 11.5%, എന്നാൽ കേരളത്തിലോ 0.48%. എങ്ങനെയാണ് ഈ നേട്ടം കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞത്? ഇപ്പോൾ 2022 നീതി ആയോഗിൻ്റെ റിപ്പോർട്ടാണ് ഇന്ത്യയിലെ ദാരിദ്ര്യാവസ്ഥയെക്കുറിച്ച്. കേരളത്തിൽ 0.4%. കുടുംബങ്ങളുടെ എണ്ണം എടുത്താൽ അത് 64,008 കുടുംബങ്ങൾ മാത്രമാണ് കേരളത്തിൽ അതിദരിദ്രർ. ഈ നവംബർ 1 വന്നാൽ ഇല്ലാതാകുന്നു. ഇതാരുടെ പ്രൊജക്റ്റാ? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊണ്ടുവന്നതാണോ അതിദാരിദ്ര്യം ഇല്ലാതാക്കാനുള്ള പ്രോജക്റ്റ്? ആ കണക്കേ അന്ന് ഉണ്ടായിട്ടില്ല. ആ കണക്ക് തന്നെ എടുക്കുന്നത് 2022 നീതി ആയോഗിൻ്റെ നിർദ്ദേശപ്രകാരം. അങ്ങനെ അതിദാരിദ്ര്യം ഇല്ലാതാക്കുന്നു. നാട്ടിൽ ഈ പട്ടികവർഗ കുടുംബത്തിൽ നിന്ന് കേരളത്തിൽ സർക്കാരിൻ്റെ സ്പോൺസർഷിപ്പിൽ പഠിച്ച് ഒരു പെൺകുട്ടി പൈലറ്റായില്ലേ? ഇപ്പോൾ എങ്ങനെയാണ് ഈ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞത്? അങ്ങനെയുള്ള വലിയ മുന്നേറ്റങ്ങൾ സാധ്യമാകുന്നത് നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ഗ്രാമീണ റോഡുകളുടെ പോലും നിലവാരം നിങ്ങളിപ്പോൾ നോക്കൂ. ഹൈവേ ആണ് അവർ കൊണ്ടുവന്നത്. ശരി, ഇനി നിങ്ങൾ തന്നെ അട്ടിപ്പേർ. പക്ഷേ അപ്പോഴും ശിവശങ്കർ BJPയുടെ പ്രതിനിധി മറക്കാൻ പാടില്ലാത്തത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കേരളത്തിലെ അവരെ ഓഫീസും പൂട്ടി പോയതാ. 2014 പോയതാണ്. നടക്കില്ല കേരളത്തിൽ എന്ന് പറഞ്ഞിട്ട്. പിന്നെ എങ്ങനെയാ 2016 അന്ന് തിരിച്ചു വന്നത്? കെ സുരേന്ദ്രന്റെ അന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പൊ അദ്ദേഹത്തെ പുറത്താക്കി മൂലക്കാക്കിയത് കൊണ്ട് ഇനിയിപ്പോൾ ശിവശങ്കർ ഓർക്കുമെന്ന് എനിക്കറിയില്ല. എന്താ കെ സുരേന്ദ്രൻ അന്ന് പറഞ്ഞത്? പിണറായി വിജയൻ ആദ്യം മുഖ്യമന്ത്രിയായപ്പോൾ BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റിന്റെ FB പോസ്റ്റിലെ വെല്ലുവിളി എന്താ? ദേശീയപാത വികസനവും ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതിയും നടപ്പാക്കി കാണിക്കൂ പിണറായി, അപ്പോൾ ഞാൻ നിങ്ങളുടെ കഴിവിനെ അംഗീകരിക്കാം. അത് രണ്ടും കേരളത്തിൽ യാഥാർത്ഥ്യമായില്ലേ? രണ്ടും അടച്ചുപൂട്ടി പോയതല്ലേ? നിങ്ങളിപ്പോൾ നിതിൻ ഗഡ്കരിയെ കുറിച്ച് പറയുമ്പോൾ തലശ്ശേരിയിലെ മുഴപ്പിലങ്ങാട് പാലത്തിൻ്റെയും കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെയും ഉദ്ഘാടന ചടങ്ങിൽ നിതിൻ ഗഡ്കരി നടത്തിയ പ്രസംഗം അത് BJP ഓഫീസിൽ ലഭ്യമാണെങ്കിൽ ശിവശങ്കർ ഒന്ന് കേട്ടു നോക്കൂ. എന്താ അദ്ദേഹം പറയുന്നത്? 6000 കോടി രൂപ കേരള സർക്കാർ ഈ ദേശീയപാത വികസനത്തിന് വേണ്ടി മുടക്കി, ഭൂമി എടുക്കാൻ വേണ്ടി നൽകി. ഞാൻ മിസ്റ്റർ പിണറായി വിജയനെ അഭിനന്ദിക്കുന്നു, അദ്ദേഹം എൻ്റെ സഹോദരനാണ് എന്ന് സാക്ഷാൽ നിതിൻ ഗഡ്കരി പാർലമെന്റിനകത്ത് മാത്രമല്ല പൊതുജനങ്ങളോട് പ്രസംഗിച്ച വീഡിയോ കിടക്കുകയല്ലേ?
നമ്മുടെ മുന്നിൽ ഇതൊരു യാഥാർത്ഥ്യമല്ല. ശരി. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ, വികസന പരിപാടികൾ എന്ന കാര്യങ്ങളൊക്കെ ശ്രീ VPP താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ. ഞാൻ ചോദിച്ചിരുന്നത് അവിടുത്തെ ഈ രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു എന്ന് കൂടിയാണ്. ശ്രീ M. ലിജു, ഇപ്പോൾ ഇടതുമുന്നണിയെ സംബന്ധിച്ച് അവർക്കൊരു സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജി ഇളവ് ലഭിച്ച പിണറായി വിജയന്റെ ക്യാപ്റ്റൻസിയിൽ തന്നെ ഈ സർക്കാർ തുടർഭരണത്തിനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുന്നു എന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള അവരുടെ ക്യാമ്പയിനിങ് യഥാർത്ഥത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. വിവാദങ്ങളിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിൽക്കാനും വിവാദങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനും പൊതു താല്പര്യങ്ങളുള്ള രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പാർട്ടി നിലപാട് അറിയിക്കാൻ മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകുന്നതടക്കം അണിയറയിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളിലേക്ക് ഇടതുമുന്നണി പ്രവേശിച്ചു കഴിഞ്ഞു. കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് UDFനെ സംബന്ധിച്ച് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു ഭിന്നതയുടെയോ അകത്തെ ആഭ്യന്തര ദൗർബല്യത്തിൻ്റെയോ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ? ഇപ്പോൾ ഈ വ്യാവസായിക ഇടനാഴിയെ സംബന്ധിച്ചും ഒക്കെയുള്ള തർക്കങ്ങൾ വരുമ്പോൾ ശശി തരൂർ സ്വീകരിച്ച നിലപാട്, ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങൾ, ആരാണ് പ്രതിപക്ഷത്തെ നയിക്കുന്നത് എന്നത് സംബന്ധിച്ചിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ ആശയക്കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത്, ഇങ്ങനെ തുടങ്ങി പ്രതിപക്ഷത്തിന് ഈ സേനയെ നേരിടാൻ സജ്ജമാകേണ്ടുന്ന ഒരു പുതിയ സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ ശ്രീ M. ലിജു? അതല്ലെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ഈ ഇടതുമുന്നണിയുടെ ഒരുക്കങ്ങളെ നേരിടാനുള്ള നിങ്ങളുടെ നീക്കങ്ങൾ? ഒന്ന്, രണ്ട് പിണറായി വിജയൻ സർക്കാരുകൾക്ക് ശേഷം അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന LDF അതിനെ നയിക്കുന്നത് ശ്രീ പിണറായി വിജയൻ തന്നെയാണ് എന്ന് പറയുന്നത് തന്നെ അവരുടെ ദൗർബല്യമാണ്. കാരണം രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 70 വയസ്സ് കഴിഞ്ഞ മുഴുവൻ MLAമാരെയും മത്സര രംഗത്തു നിന്നും മാറ്റി നിർത്തി ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു പൊതുനയം ആവിഷ്കരിക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ച ഒരു പാർട്ടി മൂന്നാമത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും വളരെയധികം ഒരർത്ഥത്തിൽ ഒരു 80 വയസ്സിനടുത്താകാൻ പോകുന്ന ശ്രീ പിണറായി വിജയനെ തന്നെ മുൻനിർത്തിയാണ് ഞങ്ങൾ മത്സരിക്കുന്നത് എന്ന് പറയുന്നത് ആ പാർട്ടി ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ഗുരുതരമായ പ്രതിസന്ധിയും പിണറായി വിജയൻ്റെ സർവാധിപത്യവും ജനാധിപത്യ രാഹിത്യവുമാണ് വ്യക്തമാക്കുന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. ഒന്ന്. രണ്ട്, ഈ ഒരു പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒരു ഗവൺമെൻറ് അടുത്ത ഒരു സർക്കാരിനുള്ള ശ്രമം നടത്തുമെന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരർത്ഥത്തിൽ ഗുണകരമാണ്. കാരണം ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും പ്രസക്തമായി നിലനിൽക്കുകയാണ്. എന്താണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ നേട്ടം? സംസ്ഥാനത്താകമാനം നിലനിൽക്കുന്ന മയക്കുമരുന്ന് വ്യാപനം, അക്രമം, കേരളത്തിൻ്റെ ഏറ്റവും മോശമായിരിക്കുന്ന ധനസ്ഥിതി, മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ കുടുംബവും തന്നെ നേരിടുന്ന ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ, സ്ത്രീവിരുദ്ധ നിലപാടുകൾ, പട്ടികജാതി വിഭാഗങ്ങൾ ഉൾപ്പെടെ വെച്ച് പുലർത്തുന്ന വലിയ വിവേചനവും അതോടൊപ്പം തന്നെ അവരുടെ ഫണ്ടുകൾ ഉൾപ്പെടെ വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യം, നാട്ടിലാകമാനം വർദ്ധിപ്പിച്ചിരിക്കുന്ന മദ്യത്തിൻ്റെയും ലഹരിയുടെയും സാന്നിധ്യത്തിനാവശ്യമായ സാഹചര്യം സൃഷ്ടിക്കൽ, അങ്ങനെ പെൻഷൻ നിഷേധിക്കൽ, അങ്ങനെ ഒരു ഗവൺമെൻറ്റിന് ചെയ്യാവുന്ന എല്ലാ ദ്രോഹവും, വിലക്കയറ്റം തുടങ്ങി എല്ലാ ദ്രോഹവും ചെയ്യുന്ന മോശമായ വിദ്യാലയ അന്തരീക്ഷം, കോളേജ് അന്തരീക്ഷം, ഇതെല്ലാം ഉൾപ്പെടുന്ന ഏറ്റവും മോശപ്പെട്ടൊരു ഗവൺമെൻറ്റാണ് കഴിഞ്ഞ 9 വർഷക്കാലമായി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ളത്. അപ്പോൾ അതേ നേതാവിനെ തന്നെ മുൻനിർത്തി മത്സരിക്കുന്നത് ഞങ്ങൾക്ക് ഗുണകരമാണ് എന്നുള്ളതാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ കൃത്യമായ വിലയിരുത്തൽ. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചും UDFനെ സംബന്ധിച്ചും നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾ, ഞങ്ങളുടെ പാർട്ടിയും ഞങ്ങളുടെ മുന്നണിയും കൃത്യമായ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിൽ സ്വാഭാവികമായും അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അതൊരു ജനാധിപത്യ പാർട്ടിയും ജനാധിപത്യ മുന്നണിയും ആയതുകൊണ്ടാണ് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കും. അതല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്ന അതേ കാര്യങ്ങൾ കേട്ട് റാൻ മൂളി യാതൊരു അഭിപ്രായ സ്വാതന്ത്ര്യവും ഇല്ലാതെ ഇരിക്കുന്ന വിധേയനിലെ തൊമ്മിയെ പോലെയുള്ള കഥാപാത്രങ്ങളല്ല ഐക്യജനാധിപത്യ മുന്നണിയിലുള്ളത്. അല്ലല്ല, അങ്ങനെയല്ല ശ്രീ M. ലിജു ഞാൻ പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലം താങ്കൾക്ക് ഓർമ്മയുണ്ടായിരുന്നല്ലോ, വിവാദങ്ങൾ എങ്ങനെയാണ് കുടുംബിരി കൊണ്ടതെന്ന്. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കറിനെതിരെ ഉയർന്നു വന്ന ആരോപണം, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ED നിഴലിൽ കിടക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ. അപ്പോൾ അത്തരമൊരു വലിയ പ്രതിസന്ധിയുടെ ഘട്ടത്തെ അതിജീവിച്ച് വീണ്ടും ഒരു തുടർഭരണം കിട്ടുമ്പോൾ സ്വാഭാവികമായും ഈ സർക്കാരിന് ഒരു ആത്മവിശ്വാസം ഉണ്ടാകും. മാത്രമല്ല, ഒരൊറ്റ നേതാവിനെ മുൻനിർത്തി CPMന്റെ സംഘടനാ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ സംഘടനാ സംവിധാനങ്ങളൊക്കെ ശക്തമായി ഈ കാര്യങ്ങൾ ഇതിൻ്റെ ഒരു ക്യാമ്പയിനിങ് തുടങ്ങുമ്പോൾ കോൺഗ്രസിനകത്ത് അല്ലെങ്കിൽ UDFനകത്ത് നേതൃത്വത്തിൻ്റെ കാര്യത്തിൽ എന്തായിരിക്കണം സ്ട്രാറ്റജി എന്ന കാര്യത്തിൽ, ഏത് വിധേനയാണ് ഈ തെരഞ്ഞെടുപ്പിന് നേരിടേണ്ടതെന്ന കാര്യങ്ങളിലൊക്കെ ആശയക്കുഴപ്പമോ പരിഭ്രമമോ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്.
അതല്ലാതെ ഈ പിണറായി പറയുന്ന കാര്യങ്ങളെ മുഴുവൻ നിങ്ങൾ അംഗീകരിച്ച് ഒരു വീക്ക് പ്രതിപക്ഷമായി നിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അല്ല, പിണറായി വിജയൻ വീക്കായി നിൽക്കുന്നു എന്ന് പറയുന്നത് ഞങ്ങളാണ്. നമ്മൾ പറഞ്ഞത് പിണറായി വിജയൻ സർക്കാർ ഒരിക്കൽ കൂടി പിണറായി വിജയനെ മുൻനിർത്തി മത്സരിക്കുമെന്നത് ഞങ്ങൾക്ക് അഡ്വാൻറ്റേജായി മാർഗമെന്നുള്ള കാര്യമാണ് ഞാൻ കൃത്യമായി പറഞ്ഞത്. ഇപ്പോൾ LDFനെ സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ നേട്ടങ്ങളെ സംബന്ധിക്കുന്ന പ്രചരണം നടക്കുന്നത് പ്രചരണ ദൂരത്തിലൂടെയല്ലേ. സംസ്ഥാനത്ത് ആശാ വർക്കർമാരുടെ സമരം ഇന്ന് വൈകുന്നേരം 5 മണിക്ക് KPC പ്രസിഡന്റ് ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും പോയത് കേരളത്തിലെ ആയിരക്കണക്കിന് ആശാ വർക്കർമാരുടെ ഒരു സമരത്തിലേക്കാണ്. കേരളം മുഴുവനുള്ള ആശാ വർക്കർമാരെ വഹിച്ച് ഗുരുതരമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് സമരത്തിലാണ്. അവർക്കുള്ള ഓണറേറിയമോ അവർക്കുള്ള മറ്റ് ആനുകൂല്യങ്ങളോ നാമമാത്രം പോലും വർദ്ധിക്കാൻ താല്പര്യമില്ലാത്തൊരു ഗവൺമെൻറ് അവരുടെ പ്രചരണത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ പരസ്യമാണ് ചിലവഴിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ മൊബൈൽ ഫോൺ ഒന്ന് നോക്കുക, നിങ്ങൾ ജസ്റ്റ് ഒരു മിനിറ്റ് ഈ നിൽക്കുന്ന സമയത്ത് വാർത്തകൾ ഏതെങ്കിലും ഒരു ഓൺലൈൻ പത്രത്തിൻ്റെയോ മാഗസിൻ്റെയോ വാർത്ത അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ നോക്കിയാൽ ഉടനെ ഗവൺമെൻറ് പരസ്യങ്ങളാണ് വരുന്നത്. സംസ്ഥാനത്താകമാനം കോടിക്കണക്കിന് രൂപ ദൂർത്തടിച്ചുകൊണ്ട് കൊട്ടിഘോഷിക്കപ്പെടുന്ന പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രചരണം എന്ന് പറഞ്ഞാൽ എന്താ, ആഘോഷങ്ങളാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ 18 മാസത്തോടെ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ്. ഇവിടെ ആശാ വർക്കർമാർക്ക് ആനുകൂല്യ വർധനവില്ല, അംഗൻവാടി വർക്കേഴ്സിന് ആനുകൂല്യ വർധനവില്ല. അതോടൊപ്പം തന്നെ എബ്സം ഗ്രാൻഡ് ഉൾപ്പെടെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് കൂടെ മുടങ്ങിക്കിടക്കുന്നു. ഉച്ചക്കഞ്ഞ് വിതരണത്തിന് ആവശ്യമായ കുടിശ്ശിക മുടങ്ങിക്കിടക്കുന്നു. അപ്പോൾ അടിസ്ഥാനപരമായ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ആഘോഷമാമാങ്കൾ നടത്തി ഒരു പ്രതീതി സൃഷ്ടിക്കുന്നു എന്നതുകൊണ്ട് ഇവർക്ക് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ സാധ്യമല്ല. കഴിഞ്ഞ ഗവൺമെൻറ് വന്നു, വലിയ പ്രതിസന്ധിയെ നേരിട്ടാണ് അവർ അധികാരത്തിലെത്തി. വലിയ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം ശരിയാണെന്ന് തെളിഞ്ഞില്ലേ? ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ജയിലിൽ പോകേണ്ടി വന്നില്ലേ? സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ശരിയാണെന്ന് വന്നില്ലേ? സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു വന്നു. അവർക്ക് ആ കരാറിൽ നിന്ന് പിൻവാങ്ങി പോകേണ്ടി വന്നില്ലേ? ആ കരാർ തന്നെ പിൻവലിച്ച് ആ ചാപ്റ്റർ അവസാനിപ്പിക്കേണ്ടി വന്നില്ലേ? അപ്പോൾ ആരോപണങ്ങൾ ശരിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തിൽ കോവിഡ് ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളിൽ ആ സമയത്തൊരു ഗവൺമെൻറ് ഉണ്ടായിരുന്ന അഡ്വാൻറ്റേജ്, മറ്റുള്ളവർക്കെല്ലാം രാഷ്ട്രീയ പ്രവർത്തനത്തിന് പറ്റാത്ത സാഹചര്യം, ആനുകൂല്യ വിതരണങ്ങൾ ചെയ്യാൻ ഒരു സർക്കാരിന് കിട്ടുന്ന സാഹചര്യം, ഇതെല്ലാം മുതലെടുത്ത് അവർക്ക് ജയിക്കാൻ സാധിച്ചു. അപ്പോൾ ഇത്തവണ പക്ഷേ അതല്ല സ്ഥിതി. 9 വർഷക്കാലമായി ജനം അനുഭവിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം. ഇപ്പം തന്നെ ആശുപത്രിയിലെ സ്ഥിതി എന്താ? പേപ്പട്ടിക നാട്ടിൽ മുഴുവൻ നടന്ന് പട്ടി കടിച്ചിട്ട് വാക്സിൻ എടുത്ത ആളുകൾ മരണമടയുകയാണ്. ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് 2 കുണ്ടറ നിയോജക മണ്ഡലത്തിലെ 2 ചെറുപ്പക്കാർ മരണമടഞ്ഞു. വയ്യാതെ രക്തശബ്ദിച്ച ആളുകളെ എടുത്ത് അവരുടെ പിതാവാണ് എടുത്ത് ICUവിലോട്ട് കൊണ്ടുപോയതെന്നാണ് പറയാൻ സാധിക്കുന്നത്. മെഡിക്കൽ കോളേജുകളിലെയും ആരോഗ്യ കേന്ദ്രങ്ങളിലും ഗുരുതരമായ പ്രതിസന്ധി, ഡോക്ടർമാരുടെ അഭാവം, നഴ്സുമാരുടെ അഭാവം, മരുന്നിൻ്റെ അഭാവം, എടുക്കുന്ന മരുന്നുകൾ ഫലിക്കാത്ത സാഹചര്യം. കോവിഡിൻ്റെ കാലഘട്ടത്തിലെ അഴിമതിയൊക്കെ ഇപ്പോഴും നിൽക്കുകയല്ലേ? പിന്നെ ശൈലജ ടീച്ചർ പറഞ്ഞെന്താ, ആ അഴിമതി കാലഘട്ടത്തിൽ അത്യാവശ്യ ഘട്ടത്തിൽ ഞങ്ങൾക്ക് ഉപകരണങ്ങൾ വാങ്ങേണ്ടി വന്നുകൊണ്ട് വില കൂടിയെന്നാണ്. ഇപ്പോഴും അത് വിജിലൻസിന് മുമ്പിൽ ആ കേസ് നിൽക്കുന്നു. ശരി, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് നേരെയുള്ള ആരോപണം ഇപ്പോഴും വളരെ ഗുരുതരമായ ഒരു ആരോപണമല്ല, ഗുരുതര വസ്തുതയായി നിലനിൽക്കുന്നു. ശരി, PR ശിവശങ്കർ, ഇപ്പോൾ ഈ കഴിഞ്ഞുപോയ തെരഞ്ഞെടുപ്പുകളാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയത്തിൽ നിലപാടുകൾ സ്വീകരിക്കുന്ന സന്ദർഭത്തിലാണെങ്കിലും CPM BJP കൂട്ടുകെട്ട് എന്ന ആരോപണം കോൺഗ്രസും അല്ലെങ്കിൽ പ്രതിപക്ഷവും, അതല്ല കോൺഗ്രസും BJPയും തമ്മിലുള്ള കൂട്ടുകെട്ട് എന്ന ആരോപണം ഇടതുമുന്നണിയും നിരന്തരം പല സന്ദർഭങ്ങളിലായി ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടു. കേരളത്തിലൊരു ജനങ്ങളുടെ ഒരു രാഷ്ട്രീയ പെരുമാറ്റ രീതികൾ, രാഷ്ട്രീയ സ്വഭാവം, അതിൻ്റെ പ്രതികരണ സ്വഭാവമൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ BJPക്ക് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ഈ ഘട്ടത്തിൽ രാഷ്ട്രീയമായി BJPക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ടോ? ഇത് നിങ്ങളുടെ പ്രഖ്യാപിതമായ മുദ്രാവാക്യം തന്നെ കോൺഗ്രസ് ഇല്ലാത്ത ഭാരതം എന്നുള്ളതാണോ? കോൺഗ്രസ് മുക്ത് ഭാരത് എന്നുള്ളതാണല്ലോ. ഈ ഒരു മുദ്രാവാക്യം വെക്കുമ്പോൾ തന്നെ CPMുമായി ചേർന്ന് നിൽക്കുന്ന ഒരു BJP തന്ത്രം എന്ന ആരോപണം നിങ്ങൾ കേരളത്തിൽ നേരിടേണ്ടി വരില്ലേ? എങ്ങനെയാണ് BJP നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നത്? നോക്കൂ ഗോപീഷൻ, നമുക്കറിയാം കുറേ നാളുകളായിട്ട് ഇത്തരം ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയും കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പിന് മുൻപിലും ഈ മുഖ്യമന്ത്രിയെ വെച്ചുകൊണ്ട്, ശ്രീ പിണറായി വിജയനെ മുഖ്യമന്ത്രിയായി വെച്ചുകൊണ്ട് കേരളത്തിലെ ഈ വോയിസ് ഓഫ് ഇന്ത്യ, ദ ഫേസസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് പരസ്യം കൊടുത്ത പാർട്ടിയല്ലേ AICC?
ഇവർ കേരളം വിട്ടു കഴിഞ്ഞാൽ ഈ സംസ്ഥാനങ്ങളിൽ മുഴുവൻ CPM-ൻ്റെ പിന്തുണയോടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പിന്തുണയോടെ CPM-ഉം ഒരുമിച്ച് മത്സരിക്കുന്ന പാർട്ടിയാണ്. കേരളത്തിലും BJP-യെ തോൽപ്പിക്കുവാനായിട്ട് ഞങ്ങൾ വോട്ട് മറിച്ച് വിറ്റിട്ടുണ്ട് എന്ന് പരസ്യമായി സമ്മതിച്ച പാർട്ടിയല്ലേ. അപ്പോൾ ഇതെല്ലാം വെറും ആരോപണം മാത്രമാണ്. BJP ജയിക്കുമെന്നുള്ള ഘട്ടം വന്നാൽ നിരന്തരമായി നമുക്കറിയാം തിരുവനന്തപുരത്തായാലും തൃശ്ശൂരായാലും എങ്ങനെയാണ് BJP-യെ തോൽപ്പിക്കുവാനും ചിലയിടത്ത് തോൽപ്പിക്കാൻ പറ്റാതെയും വിജയിപ്പിക്കുവാൻ ഇവർ ശ്രമിച്ചത് അല്ലെങ്കിൽ അന്യോന്യം ക്രോസ് വോട്ട് ചെയ്തത് എന്നുള്ളത് നമുക്ക് നിരന്തരം അറിയാവുന്ന കാര്യമാണ്. ഞാനത് കാരണം ആ ഡീറ്റെയിലേക്ക് കടക്കുന്നില്ല. അത് എനിക്ക് തോന്നുന്നു ഗോപികൃഷ്ണൻ ഒരു ആരോപണം ഉന്നയിച്ചെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് താങ്കൾ പറഞ്ഞതുപോലെ ഇതിൻ്റെ രാഷ്ട്രീയമായ ഒരു വശം ഈ സംസ്ഥാന സർക്കാരിനെ കുറിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ച് VPP മുസ്തഫ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഒരാളിരുന്നു എന്നുള്ളൊരു കഥ ഇപ്പോൾ പറയണ്ടായി, നമ്മൾക്കൊക്കെ ഓർമ്മയുണ്ട്. അത് എനിക്കിപ്പോൾ തോന്നുന്നത് അതൊരു സൂചനയോ നിമിത്തമോങ്ങാനായിരുന്നോ, അത്തരം ഒരാൾ ഇരുന്നത് കൊണ്ട് വലിയ അപകടത്തിലേക്ക് വരാൻ പോകുന്നു എന്ന് കേരളത്തിലെ ജനങ്ങളെ പ്രകൃതിയോ അല്ലെങ്കിൽ ദൈവമോ, നിമിത്തശാസ്ത്രത്തിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല, എങ്കിലും അത് സൂക്ഷിക്കണം. കാരണം ഒരു കാര്യം ഉറപ്പാണ്, അതിനുശേഷം നടന്ന പല കാര്യങ്ങളും നോക്കുമ്പോൾ അത്തരം നിമിത്തങ്ങളെ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. രണ്ട്, ഈ പാർട്ടി ഇന്ന് അല്ലെങ്കിൽ LDF സർക്കാർ ഇന്ന് മുന്നോട്ട് വയ്ക്കുന്ന ആശയം അല്ലെങ്കിൽ തുടരും എന്നുള്ള സിനിമയുടെ ഒരു പേര് വെച്ചിട്ടാണ് ഈ രാഷ്ട്രീയവും അല്ലെങ്കിൽ ഈ ഭരണവും തുടരുമെന്നുള്ളതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ആ തുടരും സിനിമയുടെ സംവിധായകൻ പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ട് ഇല്ല എന്ന്. അപ്പോൾ അത് തന്നെ അടുത്ത പ്രശ്നം, നിങ്ങൾ തുടരില്ല എന്ന് പ്രകൃതി തന്നെ പറഞ്ഞു കഴിഞ്ഞു. രണ്ട്, ആ തുടരും സിനിമയിലെ ജോർജ് സാറിൻ്റെ കഥാപാത്രമാണ് ഇന്ന് പിണറായി വിജയൻ്റെ മുന്നിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു വില്ലനായിട്ടാണ് ഇന്ന് കേരളത്തിൻ്റെ ജനതയുടെ മുൻപിൽ ഒരു ജോർജ് സാറിനെ പോലെ ചിരിക്കുന്നുണ്ടെങ്കിലും ആ ചിരിയെല്ലാം ജനങ്ങൾ ഭയത്തോടെയാണ് കാണുന്നത്. ഒരു സംശയവുമില്ല അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താവും എന്നുള്ളത് നമുക്ക് ഈ തിരഞ്ഞെടുപ്പുമ്പോഴറിയാം. മൂന്നാമത്തെ കാര്യം പറയുന്നത് BJP-യുടെ തിരഞ്ഞെടുപ്പിലെ ലക്ഷ്യങ്ങൾ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഏതാണ്ട് 11 സീറ്റിൽ BJP-ക്ക് ഒന്നാം സ്ഥാനം, രണ്ടാം സ്ഥാനങ്ങൾ ഏതാണ്ട് 9ഓളം സീറ്റുകളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ 20 സീറ്റിൽ BJP-ക്ക് ഒറ്റയ്ക്ക് ജയിക്കാമെന്നുള്ള ഒരു ഘട്ടം വന്നു നിൽക്കുന്നു. ഈ തിരഞ്ഞെടുപ്പിൻ്റെ കുറച്ച് നാളുകൾ, ആ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള വ്യത്യാസവും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ ഗതികളും ഈ സർക്കാരിനെതിരെയുള്ള ശക്തമായ ജനവിരുദ്ധ നയങ്ങൾ പ്രതിഷേധവും ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ ഞങ്ങൾക്കൊരു സഖ്യകക്ഷി കൂടി, ഒരു നല്ല സഖ്യകക്ഷിയെ കൂടി ഉടനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ശക്തമായ മുന്നേറ്റം, ഭരണത്തിലേക്കുള്ള കയറ്റം ഞങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളൊരു യാതൊരു തർക്കവുമില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ രണ്ട് കാര്യം ചിന്തിക്കേണ്ടത്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ കേരള സർക്കാർ അല്ലെങ്കിൽ പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് ഈ NH നാഷണൽ ഹൈവേയുടെ വന്നതെന്ന്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടുത്തെ നാഷണൽ ഹൈവേ 30 മീറ്റർ മതി എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയനും VS അച്യുതാനന്ദനോടെ പോയിട്ട് മൻമോഹൻ സിംഗിനെ കണ്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരി നിർത്തിയത് 3-ാമത്തെ ദിവസമാണെന്നൊക്കെ കേട്ടത്. അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെയാണോ നാഷണൽ ഹൈവേ തകർക്കുവാൻ ശ്രമിച്ചത്, അതുപോലെ തന്നെ ഇടമൺ വൈദ്യുതിയെക്കുറിച്ച് അദ്ദേഹം ഇപ്പം നീണ്ട പ്രകാശനമുണ്ട്. എങ്ങനെയാണ് ഇവിടെ ഒരു വൈദ്യുതി കേന്ദ്രത്തെ തകർക്കുവാനായിട്ട് ഈ VS അച്യുതാനന്ദൻ തന്നെ പോയല്ലോ, ഇവിടെ കൂടംകുളം പദ്ധതി തകർക്കുവാനായിട്ട് വലിയ പ്രകടനമായിട്ട് പോയില്ലേ. അതുവരെ സംസാരിക്കാത്ത മൻമോഹൻ സിംഗ് പറഞ്ഞു എനിക്ക് പലതും ഇതിനെക്കുറിച്ച് പറയേണ്ടി വരുന്നു പറഞ്ഞിട്ടല്ലേ അദ്ദേഹം തിരിച്ചു വന്നേ. അപ്പോൾ എവിടെ വികസനം ഉണ്ടായാലും, എവിടെ ഇത്തരത്തിലുള്ള വൈദ്യുതി പദ്ധതികൾ ഉണ്ടായപ്പോൾ അതിനൊക്കെ തകർക്കാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അച്യുതാനന്ദനും പിണറായി വിജയനും ഈ അണവ റിയാക്ടർ എന്നുള്ള ഫണ്ട് 800-1000 മെഗാവാട്ട് വൈദ്യുതി കൊണ്ടല്ലേ ഇന്ന് ഇവിടെ വൈദ്യുതി പവർ കട്ടിലാണ് മാറിയിരിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ സ്വയം ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി കൊണ്ട് വൈദ്യുത മിച്ച സംസ്ഥാനമായി മാറുമ്പോൾ ഇത് കൂടംകുളം പദ്ധതിയിൽ നിന്നെല്ലാം കടം മേടിക്കുന്ന അധിക തുകയ്ക്ക് ഇന്ന് സൗത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കൂടുതൽ ഇന്ന് ഇലക്ട്രിസിറ്റി പൈസ വാങ്ങിക്കുന്നത് ഈ സംസ്ഥാന സർക്കാരല്ലേ. ഗോവയിലെല്ലാം 4 രൂപ 80 പൈസയ്ക്ക് കൊടുക്കുമ്പോൾ ഇവിടെ എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത്? അപ്പോൾ നമുക്കറിയാം ഈ ഇലക്ട്രിസിറ്റിയിലൊക്കെ കാണിക്കുന്ന വലിയ തട്ടിപ്പുകളും വലിയ അഴിമതിയും. അപ്പോൾ ഇതെല്ലാം കൂടംകുളത്തു നിന്നും അതുപോലെ മറ്റു സ്ഥലത്തുനിന്നും വാങ്ങിക്കുന്ന പദ്ധതി കൊണ്ടാണ് നടക്കുന്നത്. ഒരു കാര്യമുണ്ട് പറയാം, ആരോഗ്യ കേരളത്തെക്കുറിച്ചാണ് മുസ്തഫ വാചാലനായത്. പ്രിയപ്പെട്ട മുസ്തഫ, ഒരു കാര്യം മനസ്സിലാക്കണം, ആരോഗ്യ കേരളം പദ്ധതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ എത്ര തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്? ഓരോ ജില്ലയിലും 200 തൊട്ട് 400 വരെ തൊഴിലാളികൾ, ഉദ്യോഗസ്ഥർ, അതല്ലെങ്കിൽ ഡോക്ടർമാർ, അതുപോലെ ഫാർമസിസ്റ്റ്, ഇതെല്ലാം എടുക്കുന്നത് NRHM-ത്തിൽ നിന്നും NCR നാമിന്നും അല്ലേ. അവർക്കുള്ള മുഴുവൻ ശമ്പളം കൊടുക്കുന്ന സെൻട്രൽ ഗവൺമെൻറ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഭരിക്കുന്ന വലിയ വികസന കേരളം നിങ്ങളെന്താ ചെയ്യുന്നത്? ഇവിടെ ഒരു ആശുപത്രിയിൽ, കോഴിക്കോട് ആശുപത്രിയിൽ കുടിവെള്ളം ഉണ്ടാവാണ്ട് എത്ര ദിവസം ആൾക്കാർക്ക് പുറത്തുനിന്ന് പോയി വെള്ളം എടുക്കേണ്ടി വന്നു? എത്രയേറെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഇപ്പോൾ ഏറ്റവും പാവപ്പെട്ടവർക്ക് അരിവാൾ അസുഖം എന്ന് പറയുന്ന ഒരു അസുഖം വന്നിട്ട് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ 10 പേരല്ലേ കഴിഞ്ഞ വർഷം മരിച്ചത്. 10 വയസ്സുള്ള കുട്ടി, ഒരു സൗമ്യ, ആ കുട്ടി മരിച്ചില്ലേ മരുന്ന് കിട്ടാഞ്ഞിട്ട്? SC/ST വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും പാവപ്പെട്ട, അതുപോലെ തന്നെ മരിച്ചത് വള്ളി എന്നുള്ള മറ്റൊരു കുട്ടി, അമൃതലക്ഷ്മി എന്ന കുട്ടി, ഇതൊക്കെ മരിച്ചു വീഴുകയല്ലേ ഇവിടെ പാവപ്പെട്ട. VPP മുസ്തഫ, പിണറായി വിജയൻ എന്ന ക്യാപ്റ്റന്റെ കീഴിൽ തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിനെയും നേരിടാനാണോ
പാർട്ടിയും മുന്നണിയും തയ്യാറായിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളത്തിന്റെ പൊതുസമക്ഷമുണ്ട് എന്ന് ഈ ചർച്ചയിൽ ശ്രീ എം ലിജു പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. ഒപ്പം തന്നെ വികസനവുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങൾ പൊള്ളയായ വാദങ്ങളാണെന്ന ഇരുവരുടെയും ആരോപണവും. പെട്ടെന്നൊരു മറുപടി. കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർ ഭരണത്തിൻ്റെ 3ാം വട്ടത്തിലേക്കാണ് നീങ്ങുന്നത്. ആ വിജയത്തിൻ്റെ മധുരമാണ് കേരളം ആഗ്രഹിക്കുന്നത്. അതിൽ ആര് നേതൃത്വം നൽകണം, എങ്ങനെ ആരൊക്കെ മത്സരിക്കണം എന്നൊക്കെയുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകളിലേക്ക് നീങ്ങുമ്പോൾ മാത്രമേ പാർട്ടി തീരുമാനിക്കുകയുള്ളൂ. അതിന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയാണ് സഖാവ് പിണറായി കോഴിക്കോട്ടെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ആര് എന്നൊക്കെയുള്ളത് അപ്പോൾ വരും. അത് പിണറായി, നിങ്ങൾ നോക്കി, ഈ ചർച്ചയിൽ മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആരിലേക്കാണ്? പിണറായി എന്ന് പറയുന്ന ഒരു മനുഷ്യനിലേക്കാണ്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രയേറെ വേവലാതി? അതിന് വലിയ അടിസ്ഥാനമുണ്ട്. കേരളത്തിൽ ഈ രാഷ്ട്രീയ മാറ്റം ചെറുതല്ലല്ലോ. 1957 അധികാരത്തിൽ വന്നു, പിന്നെ 10 വർഷം കഴിഞ്ഞ്, 2 വർഷം കഴിഞ്ഞിട്ട് അട്ടിമറിച്ച് അതിനെ പിരിച്ചുവിട്ട് നെഹ്റു സർക്കാർ, പിന്നെ 10 വർഷം കഴിഞ്ഞ് 69 വന്നുള്ളൂ. അത് 2 വർഷം ഇരുന്നുള്ളൂ രണ്ടാം EMS സർക്കാർ. അതിനെ വീണതിന് ശേഷം പിന്നെ 11 വർഷം വേണ്ടി വന്നു 80 അധികാരത്തിൽ വരാൻ. അന്ന് ആന്റണി കോൺഗ്രസ് ഉൾപ്പെടെ KM മാണിയുടെ പാർട്ടി ഉൾപ്പെടെ പിന്തുണച്ചിട്ടാണ് 1.5 വർഷം നായനാർ അധികാരത്തിലിരുന്നത്. പിന്നെ 87 വന്നത്. ഇങ്ങനെ ഒരു UDF ഗവൺമെൻറ് 10 വർഷമോ അല്ലെങ്കിൽ ദീർഘമായോ കാലയളവിലോ ഭരിച്ചാൽ LDFന് 2 വർഷമോ അല്ലെങ്കിൽ അതിൽ താഴെയോ അധികാരത്തിലുള്ള ചരിത്രമാണ് 90-കൾ വരെ കേരളത്തിലുള്ളത്. ആ 90-ന് ശേഷം പിന്നെ 5 വർഷം എന്നുള്ള നിലയിൽ മാറി മാറി വന്നു. അതാണ് പിണറായിയുടെ നേതൃത്വത്തിൽ തിരുത്തിയത്. ആ 5 വർഷം കൂടുമ്പോഴുള്ള മാറ്റവും നിർത്തി തുടർച്ചയായി ഇടതുപക്ഷ ഭരണം എന്ന നിലയിലേക്ക് വരാൻ വേണ്ടി കഴിഞ്ഞു. ഈ നേതൃത്വം നൽകാൻ കഴിഞ്ഞത് പിണറായിയുടെ അസാമാന്യവും അസാധാരണവുമായ നേതൃത്വത്തിലാണ്. ഏതെല്ലാം നിലയിൽ അദ്ദേഹത്തെ വളഞ്ഞു വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അദ്ദേഹത്തെയും. ഇപ്പോൾ മാത്രമാണോ മകൾക്കെതിരെയുള്ള ആരോപണം ഗോപികൃഷ്ണൻ കാണുന്നത്? അദ്ദേഹത്തിൻ്റെതേ അല്ലാത്ത, കണ്ണൂർ ജില്ലയിലേ ഇല്ലാത്ത ഒരു വീടിൻ്റെ, ബംഗ്ലാവിൻ്റെ ചിത്രം വെച്ചിട്ട് ഇത് പിണറായിയുടെ ചിത്രമാണ് എന്ന് പ്രചരിപ്പിച്ചവരല്ലേ ലിജുവും പിന്നെ ശിവശങ്കറും? തൃശ്ശൂർ ജില്ലയിലുള്ള കുന്നംകുളത്തെ ഒരു വീട് വെച്ചിട്ട് ഇത് പിണറായിയിലെ മണിമാളികയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവാസ്തവമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് തീർത്തും വ്യാജമായൊരു പ്രതീതി പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കാൻ ഒരു പറ്റം മാധ്യമങ്ങളുടെ കൂടി പിൻബലത്തിൽ ശ്രമിക്കുന്നു എന്നല്ലാതെ അത് ഏതെങ്കിലും തരത്തിൽ ജനമനസ്സിൽ സ്വാധീനം ചെലുത്തുന്നു. ശരി ലിജു, ഒരു മറുപടി. ലിജു ഒരു മറുപടി പെട്ടെന്ന്. ഇതുപോലെ തന്നെയല്ലേ ഒരു മറുപടി. പിണറായിയുടെ വീട്ടിലേക്ക് സമയം കഴിയാണ്. ലിജു ഒരു മറുപടി. അല്ല, ലിജുവിന്റെ മറുപടി കൂടി കേൾക്കട്ടെ. ഈന്തപ്പഴത്തിൽ അല്ല, ഒരു മിനിറ്റ്. ലിജു ഒന്ന് മറുപടി പറഞ്ഞത് പൂർത്തീകരിക്കട്ടെ. അല്ലല്ല, ഈ ചർച്ച പൂർത്തിയാകും. ലിജു ഒന്ന് മുസ്തഫ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന മറുപടി പറയാൻ പറ്റില്ലല്ലോ. ഒരു ചോദ്യം കൂടി. അല്ലല്ല, VPP സമയം കഴിഞ്ഞു. VPP എന്റെ സമയം കഴിഞ്ഞു. ലിജു ഒന്ന് മറുപടി പറയട്ടെ. ഒരു മിനിറ്റ് ലിജു ഒന്ന് അല്ല, VPP ലിജു മറുപടി പറയട്ടെ. ഒന്ന്, ഈ ചർച്ച പിണറായി വിജയനിൽ കേന്ദ്രീകരിച്ചതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, 9 വർഷത്തെ ജനദ്രോഹ ഭരണത്തിന് നേതൃത്വം കൊടുത്തത് ശ്രീ പിണറായി വിജയനാണ് എന്നതുകൊണ്ട് സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ ജനവിരുദ്ധമായ നടപടികളെ എണ്ണി പറയേണ്ടി വരും. അതല്ലാതെ അദ്ദേഹത്തെക്കുറിച്ച് പോസിറ്റീവായൊരു കാര്യമല്ലല്ലോ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ശ്രീ ഗോപികൃഷ്ണൻ ചോദിച്ച ചോദ്യങ്ങളിലും പിണറായി വിജയനെ സ്വാഭാവിക CPM കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന പിണറായി വിജയനായിരുന്നു അദ്ദേഹത്തിന് മറുപടി പറഞ്ഞപ്പെട്ടു. മൂന്നാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് വെറുതെ ഇരുന്ന് ആരെങ്കിലും പറഞ്ഞല്ലോ. ഈ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട ക്വാസി ജുഡീഷ്യൽ ബോഡി മാസപ്പടി കേസിൽ അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ കേസെടുത്തതുകൊണ്ടല്ലേ? ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ കേന്ദ്രീകരിച്ചതുകൊണ്ടല്ലേ? പിന്നെ ഞങ്ങളാരും അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പടമൊന്നും പ്രചരിപ്പിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് നവമാധ്യമങ്ങളിൽ കാഫിറിൻ്റെ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ടൊക്കെ പ്രചരിപ്പിച്ച് പരിചയമുള്ളത് മുസ്തഫയുടെ പാർട്ടിക്കല്ലേ, ഞങ്ങൾക്കല്ലല്ലോ. അതിലെ കള്ളക്കേസ്, അതിൻ്റെ കേസന്വേഷണം എന്തായെന്ന് കൂടെ പറയേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വർഗീയ കലാപത്തിൽ ശ്രമിച്ചതിൻ്റെ ബാക്കി പത്രം എന്തായി? അതും ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമല്ലേ? ഒരു വർഗീയ കലാപത്തിനൊരു തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരണം നടത്തിയിട്ട് തെളിയിക്കാൻ കഴിയാത്ത ഒരു ആഭ്യന്തര വകുപ്പിനല്ലേ പിണറായി വിജയൻ നേതൃത്വം നൽകുന്നത്? ഏതായാലും ലിജു, നമുക്ക് ഇനി തുടർന്നും ഈ ചർച്ചകൾ ഉണ്ടാകും. ഇപ്പോൾ സർക്കാർ വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ച് 3ാം ഊഴത്തിന് തയ്യാറെടുക്കുമ്പോൾ പ്രതിപക്ഷം എന്തൊക്കെ ആയുധങ്ങൾ പയറ്റിയായിരിക്കും നേരിടാൻ പോകുന്നത്? ഒരുപക്ഷെ കേരള ജനത തൊട്ടടുത്ത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനും അതിന് തൊട്ടു പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുമുള്ള കളമൊരുങ്ങുന്നതിൻ്റെ
തയ്യാറെടുപ്പുകളിലേക്ക് മുന്നണികൾ കടക്കുന്നതിന്റെ സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പ്രൈം ഇന്നിവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.